ശുശ്രൂഷകന് ഈ കാര്യം എന്ന് പറഞ്ഞാൽ അവന് വചനം വായിച്ചാൽ മനസ്സിലാകുന്ന വ്യക്തിയാണെങ്കിൽ അവന് മുഴുവൻ ബൈബിൾ വായിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. മനസ്സിലാവുന്ന വ്യക്തിയാണെങ്കിൽ അയ്യോ ഇത് മോശമാണ്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇല്ലേ? അപ്പൊ അങ്ങനെ ഉള്ള വ്യക്തിക്ക് വചനം ബൈബിൾ മുഴുവൻ വായിക്കാൻ പറ്റില്ല. എന്താ തോന്നണേ? നടക്കില്ല. അപ്പൊ അല്ല വിനു പറയാറില്ലേ, അയ്യോ ഞാൻ ഒന്നും പറയില്ല, ഞാൻ അങ്ങനെ പറയാൻ പാടില്ല, എനിക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയാൻ നമ്മളില്ല ഇല്ലേ? അതായത് വചനം പറയുന്നത് അവൾ ഏത് പറയണല്ലേ ഞാൻ ഇപ്പൊ ഒരു വിഷമം എന്ന് പറഞ്ഞാല് ഈ കൃപയിലേക്ക് നിന്നവര് ഈവൻ ഓരോ ഇപ്പൊ ഒരു ഉദാഹരണം പറയുമ്പോൾ ഒരു ചേച്ചി കൃപയിലേക്ക് വന്നു, ആ ചേച്ചിക്ക് ഒരു അച്ചാറ് കച്ചവടം അവനിട്ട് കൊടുത്ത് ഒന്നേ ചേച്ചിയുടെ ഹൃദയം അങ്ങോട്ട് പോയി. കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് ഈ പള്ളിയിൽ നിന്ന് കുർബാന ആ സമയത്ത് കാണിക്കുന്നത് പൈശാചിക രൂപമാണ് ചേച്ചി കാണിക്കുന്നത്. അത് നമ്മള് പിന്നെ എന്ന് പറഞ്ഞാല് പിന്നെ അവിടെ ഇരുന്നിട്ട് ചിന്തിക്കുന്ന കാര്യം തന്നെ. അടുത്ത കച്ചവടം എവിടെ ചെയ്യാം, എങ്ങനെ പാക്ക് ചെയ്യാം, എങ്ങനെ വിൽക്കാം, എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, എങ്ങനെ മാർക്ക് കൊടുക്കാം, മറ്റേ കാശ് തന്നില്ലല്ലോ, ഞാളിന് അത്ര കിട്ടാണ്ട് ഞാൾക്ക് കൊടുക്കണോ, മറ്റേ ചെയ്യണോ, ഈ പള്ളിയിൽ നിന്ന് ഇതൊക്കെ ആയിരിക്കും ചിന്ത. ഇവന്റെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി തന്നെ ഒരാളെ കൃപയിലേക്ക് അതുവരെ പണിയൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ഒരാളെ പ്രാർത്ഥിച്ച് കൃപയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവൻ എന്തെങ്കിലും ഒരു ജോലിയാ ഒന്നെങ്കിൽ ജോലി കൊടുക്കും, ഒരാൾക്ക് ജോലി കൊടുത്തു, ഒരാൾക്കൊരു അച്ചാറ് കമ്പനി, അങ്ങനെ പിന്നെ അതിന്റെ പുറകെ പോവുകയാണ്. നിന്റെ ഹൃദയം എവിടെയോ അവിടെയാണ് നിശ്ചയം, ഹൃദയം മാറ്റിക്കളയാൻ. അപ്പൊ അതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണെന്ന്, അതായത് നമ്മള് ആയിരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സംഭവിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് പണിയും ജോലിയും കാര്യങ്ങളും കച്ചവടത്തിൽ കച്ചവടം ചെയ്യാനും കച്ചവടത്തിൽ ലാഭം നേടാനൊക്കെ പറയുന്നുണ്ട്. ബൈബിള് വചനത്തിൽ പറയുന്ന കാര്യം അതെല്ലാം തന്നെ. അതേ ബൈബിള് തന്നെയാ പറഞ്ഞ കച്ചവടക്കാരന് കവടത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ പറ്റില്ല. അപ്പോ വീഴും മുമ്പ് വിനീതനാവുക എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത് നമ്മൾ വീഴുന്നതിനേക്കാൾ മുമ്പ് അതായത് നിന്റെ ശത്രുവിന് മുമ്പേ നീ പോയി ദൈവവുമായി രമ്യതപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞ പോലെ നിനക്ക് മുമ്പേ നിന്റെ ശത്രു പോയി ദൈവവുമായി രമ്യതപ്പെട്ടാല് നിന്റെ അവസ്ഥയെ കുറിച്ച് ചിന്തിക്കാൻ പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അതിനു മുമ്പേ നിന്റെ ശത്രു മുമ്പേ നീ പോയിട്ട് ദൈവവുമായി രമ്യതപ്പെടണം എന്ന് പറഞ്ഞാല് നീ കപടം ചെയ്ത് അല്ലെങ്കിൽ കപടം പറഞ്ഞ് നീ നിൽക്കുമ്പോ എന്ന് പറഞ്ഞാൽ അവന് ഗെയിം നടത്താൻ അവസരം കിട്ടുന്നതിനേക്കാൾ മുമ്പ് നീ ആ ഭാരം ഇറക്കി വെക്കണമെന്ന്. മനസ്സിലായോ? ദാറ്റ് സെൽഫ് യുവർ സറണ്ടർ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സന്നിധിയില് സറണ്ടർ ആവണം, അത് ഇറക്കി വെക്കണം. എന്ന് പറഞ്ഞ കർത്താവെ എന്റെ വ്യാപാരം ഇതാണ്, എനിക്കിങ്ങനെ ചെയ്യേണ്ട അവസ്ഥയുണ്ട്, സാഹചര്യമുണ്ട്, കർത്താവെ അങ്ങ് അല്ല എനിക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്നത്. അവിടുത്തെ ഹിതമനുസരിച്ച് ഇത് ചെയ്യാൻ, ഇത് നിവൃത്തിയാക്കാൻ അല്ലെങ്കിൽ ഇത് പൂർത്തീകരിക്കാൻ എനിക്ക് കൃപ ചെയ്യണമോ? അതിൽ എന്റെ അയോഗ്യതകൾ, എന്റെ കുറവുകളിൽ അങ്ങയുടെ ശക്തി പ്രകടമാകട്ടെ. ഇങ്ങനെ നമുക്ക് അങ്ങനെ ഏൽപ്പിച്ചൊരു പ്രാർത്ഥന പറഞ്ഞു. പിന്നെ എന്റെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ എന്റെ അല്ലെങ്കിൽ വ്യാപാരം മൂലം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എന്റെ ഉപജീവന മാർഗത്തിലൂടെ അല്ലെങ്കിൽ കച്ചവടം മൂലം ഞാൻ അങ്ങേക്കെതിരായി അങ്ങയുടെ വചനത്തിനും എതിരായിട്ട് എന്തെങ്കിലും സംഭവിച്ചു അങ്ങേക്കെതിരെ പ്രാർത്ഥന ഇങ്ങനെ അങ്ങേക്ക് മാത്രം എതിരായി എന്തെങ്കിലും സംഭവിച്ച എല്ലാ തെറ്റുകൾക്കും കുറ്റങ്ങളും അപ്പം അങ്ങേക്കെതിരായി അങ്ങയുടെ വചനത്തിനെതിരായിട്ട് അല്ലെങ്കിൽ കർത്താവിന്റെ നിയമത്തിനെതിരായിട്ട് എന്തെങ്കിലും സംഭവിച്ചു എല്ലാ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും പാപങ്ങൾക്കും അതിക്രമത്തിനും അശ്വതിയും കർത്താവിനെ ചേർന്നപ്പെട്ട് ഞാൻ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങളോട് ക്ഷമിക്കണേ, പൊറുക്കണേ, മാപ്പ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആവശ്യമോ അതായത് അങ്ങേക്ക് ഹിതകരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സറണ്ടറാവാ. എന്ന് പറഞ്ഞാല് അവന് അവസരം എന്ന് പറഞ്ഞാൽ നമുക്കെതിരെ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ദൈവവുമായി രമ്യതയിൽ പോവുക മുന്നോട്ട്. അതല്ല നമ്മുടെ പ്രാർത്ഥനയിൽ വചനത്തിൽ ജോബിന്റെ പുസ്തകത്തിൽ വചനത്തിൽ ജോബ് 22:21 പറയുന്നത് ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക, അപ്പോൾ നിനക്ക് നന്മ വരും ഇല്ലേ? പിന്നെന്താ പറയണേ, നിന്റെ ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരാൻ പറയുന്നുണ്ട് ഇല്ലേ? അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുകയും ദശാംശം കൊടുക്കാതിരിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി സമയം കൊടുക്കാതിരിക്കുക. നമ്മൾ സംഭവങ്ങളൊക്കെ ചെയ്യാതിരിക്കണം. അപ്പൊ നമ്മള് ദൈവവുമായി രമ്യതയിൽ പോകുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് വേണ്ടത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും നമുക്ക്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തന്നിൽ നമ്മൾ ക്ഷമ ചോദിക്കണം, അനുഗ്രഹിക്കാൻ പറയണം, ദൈവത്തിന് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള സമയം നമുക്ക് കൊടുക്കാൻ പറ്റണം, ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കേണ്ട സമയം ഇത് നമുക്ക് ആയിരിക്കാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ പള്ളി പോയി ഇരിക്കല് മാത്രമല്ല ദൈവസന്നിധിയിൽ ആയിരിക്കില്ലേ? മനസ്സിലായോ?
ഈ കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ അല്ലെങ്കിൽ വിശുദ്ധഗ്രന്ഥം തുറന്നു വെച്ചാൽ എവിടെയാണെങ്കിലും അവിടെ നിന്ന് ഇരുന്നാൽ മതി. നീ ഗ്രന്ഥം ഇല്ലേ അതൊന്നും വേണ്ട, പരിശുദ്ധാത്മാവ് ധ്യാനിച്ചോ, വചനം ധ്യാനിച്ചോ, അല്ലെങ്കിൽ ഈശോന്റെ മനസ്സിൽ വിചാരിച്ചോ ഒന്ന് ശാന്തമായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറയണം. കർത്താവ് ഞങ്ങളുടെ സന്നിധിയിൽ ആയിരിക്കുന്നു, അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്നു പറഞ്ഞാൽ അങ്ങയുടെ ഭൂമിന്റെ പാദപീഠം പറഞ്ഞിരിക്കും. ഞാൻ ഭൂമിയിൽ എവിടെയായിരുന്നാലും കർത്താവിന്റെ പാദപീഠത്തിൽ തന്നെയാണ്. മനസ്സിലായി? അത് കക്കൂസിലാണെങ്കിലും ബാത്റൂമിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥനാ മുറിയിലാണെങ്കിലും അടുക്കളയിലാണെങ്കിലും അവിടെയാണെങ്കിലും പ്രധാന മുറ്റത്താണെങ്കിലും കാട്ടിലും മേട്ടിലും കടലിലും എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ ഈ കടലും കരയൊക്കെ ഉള്ളത് തന്നെ ഭൂമിയിലാണ്. ആ ഭൂമി കർത്താവിന്റെ പാദപീഠമെങ്കിൽ നമ്മൾ എവിടെയായിരുന്നാലും കർത്താവിന്റെ പാദപീഠത്തിലാണ്. ഞാനിത് അങ്ങയുടെ പാദപീഠത്തിൽ ശരണപ്പെട്ടിരിക്കുന്നു. കർത്താവ് എന്നോട് കൃപ ചെയ്യണമേ, എനിക്ക് ഇന്ന രീതിയിൽ പോകാനായിട്ട് അങ്ങേക്ക് പ്രീതികരമായിട്ട് രീതി വ്യാപരിക്കാൻ എന്നോട് കൃപ ചെയ്യണമേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റണം, നമുക്ക് അങ്ങനെ ആയിരിക്കാൻ പറ്റണം. അപ്പൊ നിനക്ക് നിന്റെ കലഹങ്ങൾ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. അതായത് നിന്റെ അടുത്തും വലത്തും ആയിരങ്ങളും പതിനായിരങ്ങളും മരിച്ചു വീണൊക്കെ നിനക്ക് ഒരു അനർത്ഥം സംഭവിക്കില്ല. വചനാണിത്. ഇത് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. നിനക്ക് വിവേകപൂർവ്വം പ്രവർത്തിക്കാൻ കർത്താവ് വിവേകം തരും. പിന്നെ സൈന്യം തന്നെ എനിക്കെതിരെ പാളയം അടിച്ചാലും ഞാൻ ഭയം അറിയിക്കില്ല. എനിക്കെതിരെ യുദ്ധം ഉണ്ടായാലും ഞാൻ ആത്മധൈര്യം അടിക്കുകയില്ല. മനസ്സിലായ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പരാക്രമം അടിച്ചു ഓടുമോ? അതായത് പഴയൊരു സംഭവമുണ്ട്. അതായത് പഴയൊരു എക്സാമ്പിൾ പറഞ്ഞു തരാൻ പോണേ. ഇപ്പൊ പഴയൊരു സിനിമയുണ്ട്, സിനിമ. ആ സിനിമയ്ക്കകത്ത് എന്ന് പറഞ്ഞാല് റോഡ് റോളർ കയറ്റി ഒരാളെ കൊന്നു എന്ന് പറയണം കേസ്. അപ്പോ അങ്ങനെ കേസ് നടക്കുന്ന സമയത്ത് ജഡ്ജിമെന്റ് പുറത്തേക്ക് കൊണ്ടുവരാണ്. ജഡ്ജിനെ പുറത്തേക്ക് കൊണ്ടുവരാണ് സിറ്റുവേഷൻ കാണിക്കാനായിട്ട്. അപ്പൊ ഒരു 70-80 വയസ്സുള്ള അല്ലെങ്കിൽ 60-70-80 വയസ്സുള്ള ഒരു കിളവീനെ കൊണ്ടുവരും കാര്യം എടുത്തിട്ട്. എന്നിട്ട് ഈ റോഡ് റോളർ ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള റോഡ് ഡ്രൈവറെ കയ്യിൽ കൊടുക്കും. ഇവരെ വണ്ടി ഇടിപ്പിക്കാൻ പറഞ്ഞിട്ട് ഈ സ്ത്രീനെ വണ്ടി ഇടിപ്പിക്കാൻ പറഞ്ഞിട്ട് സ്ത്രീയുടെ കയ്യിൽ കൊടുക്കുമ്പോ ഈ ലോകത്തില് ഏറ്റവും സ്ത്രീ ഡ്രൈവറെ കയ്യിൽ കൊടുക്കും. ഈ സ്ത്രീനെ അവിടെ നിൽക്കും. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അവർക്ക് ഓക്കെ കൊടുക്കും. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഇവരിടിപ്പിക്കാൻ പോകും. ആരാ? ഈ തള്ളേനെ. 70-80 വയസ്സായി അല്ലെങ്കിൽ മനസ്സിലായ തള്ളനെ ഇടിപ്പിക്കാൻ പോകുമ്പോ ഈ റോഡ് റോളർ വരുന്ന സമയത്ത് ഇത് പിള്ളേർ തിരിച്ചു വരുമ്പോൾ അവര് ജസ്റ്റ് ഒരടി ഇപ്പുറത്തേക്ക് വെച്ച് നിൽക്കും. ജസ്റ്റ് നമ്മൾ സ്റ്റാൻഡ് ടീസ് എന്ന് പറയുമ്പോൾ നിൽക്കില്ലേ എന്ന് പറയുന്ന പോലെ 1-2 അടി ആളുകൾ മാറും. ഈ വണ്ടിക്ക് ഇവരെ തൊടാൻ പറ്റില്ല. ഈ തള്ളേനെ 80 വയസ്സായ സ്ത്രീനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോകത്തിലെ ഏറ്റവും വേഗത കുറഞ്ഞ വാഹനമാണ് റോഡ് റോളർ. പറഞ്ഞു മനസ്സിലായി? ഇരുമ്പ് മറ്റേ ഇതാണല്ലോ, മെറ്റലാണല്ലോ. അപ്പം ഇതിങ്ങനെ ഓടിക്കുകയും ഇവര് മാറി അങ്ങനെ ഒരു 5 മിനിറ്റ് ഇവരെ ഇടിപ്പിക്കാൻ വേണ്ടി വണ്ടി ഓടിക്കുകയാണ്. അപ്പൊ അവരൊക്കെ വണ്ടി അടുത്ത് വരുന്ന സമയത്ത് ജസ്റ്റ് 2 അടി ഇങ്ങോട്ട് മാറും. അപ്പൊ വണ്ടി പോയിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വരണം. ഇവരെ ഇടിപ്പിക്കണമെങ്കിൽ വീണ്ടും വരണമെങ്കിൽ. മനസ്സിലായ? അപ്പൊ എങ്ങനെ നോക്കിയിട്ടും പണിയെടുത്തിട്ട് ഇയാൾക്ക് ഇടിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ റോഡ് റോളർ കയറ്റി ഒരു കുഴപ്പമില്ലാത്ത ഈ യൗവനത്തിൽ നിൽക്കുന്ന ഒരാളെ എങ്ങനെ കൊല്ലാൻ കഴിയും ഈ റോഡ് റോളർ കൊണ്ട്? അല്ലെങ്കിൽ കൈയും കാലും കെട്ടിയിട്ട് അതിന് മേലെ കൂടെ കയറണം അല്ലേ? അപ്പൊ അങ്ങനെ ഒരു സംഭവം. അപ്പൊ ഞാനിത് ഇതോടെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാല് നമുക്ക് ഇന്നൊരു സംഭവം വരുമ്പോൾ അത് എങ്ങോട്ട് വരുന്നു? എന്റെ അടുത്തേക്ക് തന്നെയാണോ വരുന്നത്? ചിലപ്പോ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരില്ല. അതാ വേറെ സ്ഥലത്തേക്ക് വരുമ്പോ നമ്മൾ അതിന്റെ അടുത്തേക്ക് ഓടിച്ചല്ലേ ചെയ്യാ. മനസ്സിലായ? എന്റെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാല് ഈ മറ്റേ ഒരു സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, പിഴയ്ക്കാത്ത ഉന്നോണ്ട് വർഗീസ് എന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ട് മമ്മൂട്ടിയുടെ പടത്തില്. വർഗീസിന് പിഴയ്ക്കാത്ത ഉന്നോണ്ടെന്ന് എന്ന് പറഞ്ഞ പോലെ നമുക്ക് നല്ല ഉന്നുള്ള ആളാണെന്നാണ് എല്ലാവരും പറയാ ചെറുപ്പത്തിൽ നമ്മളെ അറിയുന്ന ആൾക്കാരൊക്കെ. അപ്പം പിള്ളേർക്ക് വേണ്ടിയിട്ട് മാങ്ങ എറിഞ്ഞിട്ട് കൊടുക്കാനായിട്ട് മാങ്ങ എറിയാൻ എന്ന് പറഞ്ഞാൽ അത്രയും ഉയരത്തിലാണ് നിൽക്കണം. ഇവരൊന്നും എറിഞ്ഞെത്തില്ല, അത്രയും പൊക്കത്തിലാണ് നിൽക്കണം. അപ്പൊ എന്നോട് മാങ്ങ എറിയാൻ പറഞ്ഞു. അങ്ങനെ എറിഞ്ഞു. അപ്പൊ ഇവര് കല്ലൊക്കെ പറക്കി കൊണ്ടുതരും. അപ്പോ 2 മാവുണ്ട്. ഈ 2 മാവിൽ ഒരെണ്ണത്തമേ ഉള്ളത്. അപ്പൊ ഈ 2 മാവ് ഏകദേശം ടച്ചായി നിൽക്കണത്. അപ്പൊ ഈ 2 മാവിന്റെ നടുക്കില് പിള്ളേര് പുസ്തകം തലയിൽ വെച്ച് നിൽക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കല്ല് തലയിൽ വീഴാണ്ടിരിക്കാനാണ് പുസ്തകം തലയിൽ വെച്ച് നിൽക്കുന്നത്. അപ്പം ഞാൻ മാങ്ങ എറിഞ്ഞു. മാങ്ങമ കൊണ്ട് 2 മാങ്ങ അങ്ങോട്ടും ഇങ്ങോട്ട് തെറിച്ചു പോയി. കല്ലും തെറിച്ചു. അപ്പൊ 3 സ്ഥലത്തേക്ക് ഇങ്ങനെ തെറിച്ചു. അപ്പൊ ഇത് വലിയ മാവന് കൊമ്പുമ്പോ തട്ടിയാണ് വരുന്നത്. മാങ്ങയല്ല, കല്ല്. തട്ടി അവസാനം ഈ മാവ് കുറച്ചും കൂടെ കയറി പോയിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് പോസ്റ്റിന് അത്ര ഹൈറ്റ് പോയി കഴിഞ്ഞിട്ട് 2 പോയിട്ടുണ്ട്. അതിന്റെ കവലയിൽ വന്ന് തട്ടി. കവരയിൽ വന്ന് തട്ടിയിട്ട് നേരെ വരുന്നത് ഇതിനിടയ്ക്ക് ഈ പുസ്തകം തലയിൽ വെച്ച് നിൽക്കുന്ന ഒരുത്തൻ നിൽക്കുന്നുണ്ട്. അവന്റെ അടുത്തേക്കാണ് ഈ കല്ല് വരുന്നത്.
ഇവൻ എന്ത് ചെയ്തു ഈ കല്ല് നിന്ന് മെക്കടിക്ക് വരുന്നപ്പോ ഇവൻ പുസ്തകം തലേന്ന് എടുത്ത് ഓടാൻ തുനിഞ്ഞു. പുസ്തകം തലേന്ന് എടുത്തപ്പോ തലയിൽ കല്ല് വീണു. മനസ്സിലായ? അപ്പൊ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ സംഭവം കാര്യങ്ങള്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ കാര്യം അപ്പൊ എന്ന് പറഞ്ഞാല് ഇവര് ആണ് കല്ല് പറിച്ച് തന്നത്, ഇവർക്ക് വേണ്ടിയാണ് ഞാൻ മാങ്ങ, എനിക്ക് ആവശ്യം ഉണ്ടായിട്ടില്ലായിരുന്നു, ഇവര് നിർബന്ധിച്ചിട്ട് എന്നെ കൊണ്ട് എറിയിച്ചു. ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് മാങ്ങ എറിഞ്ഞത്. മാങ്ങ എറിഞ്ഞ് മാങ്ങ വീണു. അത് കഴിഞ്ഞ് കല്ലൊക്കെ വീണ് കഴിഞ്ഞ് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോ ഞാനാണ്, അതായത് പോളാണ് കല്ല് എറിഞ്ഞ് തലയിലേക്ക് കല്ലെറിഞ്ഞത്, അവന്റെ തല പൊട്ടിയത്. മനസ്സിലായ? എല്ലാ പ്രശ്നവും നമ്മുടെ തലയിലേക്കായി. മനസ്സിലായ? എന്ന് പറഞ്ഞ പോലെ അത്ര നേരം തലയിൽ പുസ്തകം വെച്ചോണ്ടിരുന്നവന് ആ പുസ്തകം അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അവന്റെ തല പൊട്ടുവോ? അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ലൈഫിൽ. ഇപ്പൊ 2 കാര്യം ഞാൻ പറഞ്ഞില്ലേ, റോഡ് റോളറിന്റെ കാര്യം പറഞ്ഞു, പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഒരു പ്രശ്നത്തിന്റെ കാര്യം പറഞ്ഞു. ഒരു സംഭവം ഇങ്ങനെ നമ്മുടെ മെക്കടിക്ക് വരുന്ന സമയത്ത് നമ്മള് ചിലപ്പോ നമ്മുടെ മെക്കടിക്ക് എത്തില്ല, അത് വേറെ വഴിക്കാവും പോവാ. അപ്പൊ അത് നോക്കാതെ നമ്മൾ ഓടും, നമ്മൾ ഓടി ചെന്ന് ഈ പ്രശ്നത്തിന് അടിയിലേ ചെന്ന് വിടുക. അപ്പൊ ഈ സംഗതിനെ, അതിനാണ് ഈ വിവേകം നമ്മൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ സംഭവം ഇതാണ്. ഇത് എങ്ങോട്ടാ വരുന്നേ എന്നൊന്ന് ശ്രദ്ധിക്കുക, അതിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണ്, ഇത് എങ്ങോട്ട് പോകും, ഇതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് അറിയും. ആ സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മുടെ ചിന്തയും നടക്കും. മനസ്സിലായോ? രക്ഷയുടെ ആത്മാവാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും, നാശത്തിന്റെ ആത്മാവാണെങ്കിൽ നാശം സംഭവിക്കും. അപ്പൊ അതായത് ദൈവവചനത്തെ കുറിച്ച് എന്താ പറയണേ? ദുഷ്ടർക്ക് തിന്മയായും ശിഷ്ടർക്ക് നന്മയായും ഭവിക്കും. അപ്പൊ ഈ സംഭവം എന്താ, ഞാൻ ഓടിയില്ല. ഇപ്പൊ ആദ്യം ഇതൊന്നും പറയാൻ കൊള്ളുന്ന കാര്യങ്ങളൊന്നുമല്ല. അതായത് ആത്മീയ കാര്യങ്ങളാണ്, ആത്മീയതയുണ്ട്, ലൗകിക ജീവിതമുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടി ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ട് പോകണം. അപ്പൊ കുറെ സാഹചര്യങ്ങളും അവസ്ഥകളും സംഭവാവസ്ഥാഭേദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റണം. അതല്ല എങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയാ, അങ്ങനെ ആയി പോവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, ഈ അവസ്ഥയും സാഹചര്യമൊക്കെ ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ജോസഫേട്ട അവിടെ ഇല്ലേ, കേൾക്കണല്ലേ ഇത്? അപ്പം ഇപ്പൊ പറഞ്ഞു അവൻ അങ്ങനെ കാര്യങ്ങൾ, അത് അങ്ങനെയൊക്കെ തീരുമാനിച്ചു. ഇപ്പൊ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു. അവര് ഇങ്ങോട്ട് വന്നാൽ മാത്രം നമുക്കത് ചെയ്യാമെന്ന് തീരുമാനിച്ചു. പക്ഷെ നമ്മളങ്ങനെ തീരുമാനിച്ചു ഇങ്ങോട്ട് വന്നാൽ, അപ്പൊ ഇങ്ങോട്ട് വന്നാൽ എന്നുള്ളൊരു സാധനം നമ്മുടെ തലയിൽ കിടക്കും. മനസ്സിലായ? അവൻ ഇങ്ങോട്ട് വരുമോ, അവരിങ്ങോട്ട് വരുമോ, വരുമോ, അല്ലെങ്കിൽ എപ്പോ വരും, അല്ലെങ്കിൽ അങ്ങ് വരാൻ മനസ്സുണ്ടാവോ, ഈ ഒരു പ്രതീക്ഷയുണ്ട് നമുക്ക്. മനസ്സിലായ? അവരിങ്ങോട്ട് വന്നാൽ അല്ലേ, അതാണ് മറക്കുക എന്ന് പറഞ്ഞ സംഭവം. അത് മറക്കുക. അവൻ വരണമില്ല, പോണുമില്ല, ഞാനത് നോക്കിയിരിക്കണമില്ല. മനസ്സിലായ? അവനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ സംഭവത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സംഭവം വന്നിട്ട് ഞാൻ അങ്ങനെ ഇല്ല. അത് വിട്ട് നമ്മൾ അതിനെ കുറിച്ച് മറന്നു. എനിക്കിനി ദൈവം എന്ത് വഴിയാണോ ഒരുക്കിയിട്ടുള്ളത്, നമ്മൾ അതിലേക്ക് തിരിയാ. ദൈവം തക്ക സമയത്ത് നിന്നെ ഉയർത്തും എന്ന് പറഞ്ഞാല് അത് ഏത് വിധത്തിലാണെങ്കിലും സംഭവിക്കാന്ന്. നമ്മൾ അതിൽ ആ വചനത്തെ പ്രതീക്ഷിച്ചാൽ മതി. അല്ലാണ്ട് അത് വരും, ഇത് വരും, പെരുവെള്ളം വരും, മലവെള്ളം വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടെന്ന്. മനസ്സിലായോ? ഞാൻ എന്റെ ജീവിതത്തിൽ കുറെ കേസുണ്ട്, പല കേസുകളും എനിക്ക് ഓർമ്മയില്ല, പലതും മറന്നുപോയി. അപ്പൊ ചിലപ്പോഴൊക്കെ ചില സമയത്ത് പ്രാർത്ഥിക്കുമ്പോഴോ എപ്പോഴെങ്കിലുമൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. മനസ്സിലായോ? അപ്പൊ നമ്മള് അതിനകത്തേക്ക് ചിന്ത കൊണ്ടുപോകുന്നില്ല. അപ്പൊ നമ്മൾ ഓർമ്മ വരുമ്പോ നമ്മള് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന, ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന, പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മള് കൊടുക്കുകയാണ്. വേറെ കേസൊന്നും ഇല്ല അതിനകത്ത്. മനസ്സിലായോ? നിങ്ങളുടെ പൂർവ്വ പാപങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നില്ല, പഴയ പാപങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ മറന്നു പോകുന്ന കേസുകൾ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ നമ്മൾ കുമ്പസാരിച്ച കാര്യമൊക്കെ ചിലപ്പോൾ മാറ്റം കൊണ്ട് ഓർമ്മപ്പെടുത്തി തരും. മനസ്സിലായ? എടാ അത് നല്ല സുഖമുള്ള ഏർപ്പാടല്ലേ, നീ എന്തിനാ വിട്ടുകളെ ഫ്രീ ആയിട്ട് ഇന്നാൾ പറഞ്ഞില്ലേ, ആ സൗകര്യമുള്ള കേസ് എല്ലാം കൂടി ഒത്തു വന്നു. നമുക്ക് നോക്കിക്കൂടെ, വെറുതെ ഇരിക്കില്ലേ, പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. എല്ലാ സൗകര്യമുണ്ട്, പിന്നെന്താ കുഴപ്പം? അപ്പോ എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ കൊണ്ടുതരുന്നു സാഹചര്യങ്ങളും ഒക്കെ കൊണ്ടുതരും. അതായത് എന്താ പറയാ, പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ ഇല്ലേ? അപ്പോ ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിനും വാഗ്ദാനത്തിനും കൽപ്പനയ്ക്ക് എതിരായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിവുണ്ടായിട്ടും നമ്മളത് ചെയ്യാതിരിക്കുക, അതാണ് നമുക്ക് നീതിയായി പരിഗണിക്കപ്പെടാം ഒരു പരിധി വരെ. മനസ്സിലായോ?
നമ്മൾ നീതീകരിക്കപ്പെടാനായിട്ട് എനിക്കുണ്ടായിരുന്ന അവൻ ഇല്ലേ ആ വിധവയുടെ വെള്ളിക്കാശ് പറഞ്ഞിട്ട് അവൾക്ക് ഉണ്ടായിരുന്ന ഉപജീവനത്തിനുണ്ടായിരുന്ന മുഴുവൻ വകയും അവൾ ഭണ്ഡാരത്തിലിട്ടു. അത് മറ്റാരും ശ്രദ്ധിച്ചില്ല, യേശു ശ്രദ്ധിച്ചു. ആമേൻ. വേറെ ആരെങ്കിലും കണ്ടെന്ന് പറയുന്നുണ്ടോ വചനത്തില്? ഇല്ല ഇല്ല ഇല്ല. യേശുവാണ് അത് വിളിച്ചു പറയുന്നത്. എന്നാ യേശുവിനോട് പറഞ്ഞിട്ടാണോ ഈ വിധവ പോയി ചെയ്തത്? ഇല്ല അല്ല. അതാ വേണ്ട. അതായത് ഈ വിധവയുടെ വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ എന്റെ ഉപജീവനത്തിന് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന് ഞാൻ എന്ത് ആവശ്യമാണ് മുന്നിൽ കണ്ടത് അതിനുണ്ടായിരുന്നതെല്ലാം ഞാൻ ആർക്ക് കൊടുത്തു? രക്ഷകന് കൊടുത്തു. ആർക്ക്? രക്ഷകന് കൊടുത്തു. രക്ഷകനല്ല. അതായത് ദൈവം നമുക്ക് ദാനമായി തന്ന സമ്പത്ത്, ദാനമായി ലഭിച്ചു, ദാനമായി കൊടുത്തു. ഈ ദാനമായി എന്ന് പറഞ്ഞാല് ഈ സമ്പത്തും ദാനമാണ്, ഈ ഉണ്ട് എന്ന് പറയുന്ന ഈ മക്കളും ദാനമാണ്. ഞാൻ വന്നപ്പോ കൊണ്ടുവന്നിട്ടില്ല ഒന്നും. കല്യാണം കഴിച്ചു ഭാര്യയുടെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയാലല്ലോ. അല്ല ശ്രീധരന്റെ കൂടെ ഈ സാധനം ഉണ്ടായിരുന്നോ? ഇല്ല. നമുക്ക് ഭൂമിയിൽ നമ്മളെപ്പോഴും പറയുന്ന കാര്യം, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു ആണിനും പെണ്ണിനും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള കഴിവില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടാവും. എന്റെ കേട്ട് 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 മടുത്തു ചിലപ്പോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ കഴിവില്ലാതിരിക്കെ ദാനമായി ലഭിച്ചു. ആരെ? മക്കള് ദാനമായിട്ട് ലഭിച്ചു. ഉദരഫലം ദൈവത്തിന്റെ സമ്മാനമാണ്. സമ്മാനമാണെന്ന് പറയുമ്പോൾ അത് ദാനമാണ് അല്ലേ? സമ്മാനം ദാനമല്ലേ? സമ്മാനം തന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊടുക്കേണ്ട കേസൊന്നുമില്ല. പിന്നെ തിരിച്ചു കൊടുക്കേണ്ട കേസ് എന്ന് പറഞ്ഞാല് നമുക്ക് കഴിവില്ലാതെ നമുക്ക് സൂക്ഷിക്കാൻ തന്നാണ്. ഇവിടെ മക്കളുടെ എന്ന് പറഞ്ഞാല് സൂക്ഷിപ്പുകാരാണ് ശരിക്കും പറഞ്ഞാല് ഈ മാതാപിതാക്കള്. മക്കളുടെ സൂക്ഷിപ്പുകാരാണ് മാതാപിതാക്കള്. എനിക്ക് എന്റെ അയോഗ്യതകൾ കൊണ്ട്, എന്റെ ജീവിത പങ്കാളിയുടെ അയോഗ്യതകൾ കൊണ്ട്, കുറവുകൾ കൊണ്ട്, ബലഹീനതകൾ കൊണ്ട് കർത്താവെ അങ്ങ് സൂക്ഷിക്കാൻ തന്ന മക്കളെ വേണ്ട വിധത്തിൽ ഞങ്ങൾക്ക് പരിപാലിക്കാനോ സംരക്ഷിക്കാനോ കഴിഞ്ഞില്ല കർത്താവെ. അങ്ങ് തന്നു. ഈ അങ്ങയെ തന്നെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ അയോഗ്യതകളിൽ അങ്ങയുടെ ശക്തി പ്രകടിപ്പിച്ച് കർത്താവെ അവരെ ക്രമപ്പെടുത്തുവാൻ, അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, അങ്ങയുടെ ആത്മാവ് കൊണ്ട് നിറയുവാൻ തക്കത്തിൽ കർത്താവെ, ഞങ്ങളുടെ നിത്യ സൗഭാഗ്യത്തിന് പ്രാപ്തരാകാൻ തക്കത്തിൽ കർത്താവെ അവരെ ജീവിതത്തെ അവിടുന്ന് ക്രമപ്പെടുത്തി വിശദീകരിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ കുരിശിനാൽ മുദ്രണം ചെയ്ത് കർത്താവ് യേശു ഞങ്ങളുടെ സന്നിധിയിൽ പാദപീഠത്തിൽ സറണ്ടർ ആകുന്നു, ശരണപ്പെടുന്നു. അടിമ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നോട് ഞങ്ങളോട് ക്ഷമിച്ച് പൊറുത്ത് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ പരിപോഷിപ്പിക്കണമേ. ക്ലിയറായോ? അപ്പൊ അങ്ങനെ കൊടുക്കാൻ പറ്റും നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഇനി അവരെപ്പോഴാണോ വരുന്നത് അപ്പോ എന്ന് വെച്ചോണ്ടിരുന്നാലേ ഇടയ്ക്കിടയ്ക്ക് ഈ മറ്റവനൊരു സാധനമായിട്ട് മാറുക. അവൻ തരും ഇടയ്ക്കിടയ്ക്ക് തരും. വല്ലാണ്ട് പ്രാർത്ഥന കൂടി ശാന്തമായിട്ട് കർത്താവിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ ഈ സാധനം തരും. മനസ്സിലായോ? വല്ലാണ്ട് കർത്താവിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ശാന്തമായിട്ട് ഇരിക്കുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു 2 വാക്ക് സംസാരിക്കുമ്പോൾ ഈ സാധനം കയറി വരും. തക്ക സമയത്ത് അവൻ കയറ്റി വിടും. മനസ്സിലായോ? അപ്പൊ അവൻ തക്ക സമയത്ത് എടുത്ത് മെടയിന്നിട്ട് പറഞ്ഞു നിന്റെ മോനല്ലേ എന്നൊക്കെ ചിലപ്പോ ചോദിക്കും ഭാര്യയോട്. ഇനി അതും പറഞ്ഞു തരാം കേട്ടോ. അതായത് ഇത് ഒരു പുരുഷനിലൂടെ അല്ലാതെ സംഭവിക്കില്ല. അതായത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അത് പുരുഷനിൽ നിന്ന് സംഭവിക്കുള്ളൂ. മനസ്സിലായ? അപ്പൊ ചിലര് പെൺകുട്ടി ഉണ്ടായിരുന്നു നീ കാരണം എന്ന് പറഞ്ഞ് പെണ്ണുങ്ങൾ അടിക്കുന്നുണ്ടാ? അടിക്കുമായിരിക്കുന്നു. അതൊക്കെ എന്തോരം സംഭവങ്ങൾ എന്റെ ചെങ്ങാതി, എത്ര സംഭവങ്ങളുണ്ട് ലോകത്ത്. അതിന്റെ പേരിലാണ് നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം, കാമ്പിള്ളേരെ പ്രസവിക്കാൻ പറ്റില്ല ഉണ്ടാകാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട്. മനസ്സിലായ? ഇപ്പൊ 4 പെൺകുട്ടികളുണ്ട് അവിടെ. അപ്പൊ നമ്മൾ ചിന്തിക്കാം, നമ്മൾ ചിന്തിക്കാൻ ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞുതരാം വേറെ. അതായത് നമ്മൾ ചിന്തിക്കാൻ ഇവരുടെ കൂടെ കിടന്ന് പണിത് ഒരു 10 കൊല്ലം പണിയെടുത്ത് 4 പിള്ളേരുണ്ടായി. 4 പിള്ളേരും പെൺപിള്ളേരായിരുന്നു. അപ്പൊ ഞാൻ ഇവൾക്ക് മുമ്പ് ഒരു പെണ്ണിനെ, ഇവളെ കുറച്ചുകൂടി നല്ലതാ. അപ്പൊ വേറെ എന്തൊക്കെ കാരണങ്ങൾ വീട്ടുകാരെ പോയി കണ്ടപ്പോ ഇങ്ങനെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കി വന്നപ്പോ അത് ശരിയായില്ല. ഈ സാധനം ശരിയായത്. അപ്പൊ നമ്മൾ ആലോചിച്ചു, നമ്മൾ ഇതിനു മുമ്പ് പെണ്ണ് കാണാൻ പോയി അവൾക്ക് 3 ആൺപിള്ളേരുണ്ടായിട്ടുണ്ട്. നമുക്കഞ്ച് 4 പെൺപിള്ളേരാ. ഇതിപ്പോ അവളുടെ കൂടെയാണ് ഞാൻ ജീവിച്ചെങ്കിൽ ഇപ്പൊ എനിക്ക് 3 പെൺപിള്ളേർ അല്ലെങ്കിൽ 4 ആൺപിള്ളേരുണ്ടായനെ. ഞാൻ ഇവളുടെ കൂടെ ആയാലിപ്പോ എനിക്ക് 4 പെൺപിള്ളേരുണ്ടായ. മനസ്സിലായ? ഇത് ഈ ചിന്തയൊക്കെ എവിടേക്ക് കയറി പോണം ഇങ്ങനെ വരണമെങ്കിലേ. അപ്പം അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോ എന്താണ്
ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ദാമ്പത്യ ബന്ധം പുലർത്തുമ്പോൾ അവിടെ മറ്റവൻ കർത്താവിന് പകരം മറ്റവൻ കയറി കൊമ്പും പാലുള്ള ആള് കയറും. അപ്പൊ അടുത്ത പ്രസവത്തിൽ 4ാമത്തെ കഴിഞ്ഞ 5ാമത്തെ പ്രസവത്തിൽ ഇരട്ട കുട്ടികൾ പ്രസവിക്കും. ഇരട്ട കുട്ടികൾ പ്രസവിക്കുമ്പോൾ അതിനകത്ത് ഒരെണ്ണം പോലും ആണുണ്ടാവില്ല, 2 പെണ്ണായിരിക്കും. അപ്പൊ 1/2 ഡസൻ പെണ്ണുങ്ങള്. മനസ്സിലായോ? ആ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കഴിഞ്ഞ് എന്ത് ചെയ്യും? നിരാശയായി. ഇങ്ങനെ ഇത് നമ്മൾ വഹിക്കാണ്ട് പറ്റില്ല, ഞാൻ ആത്മഹത്യ ചെയ്യണം, ജീവിക്കണം എന്നൊക്കെ ആലോചിച്ച് കർത്താവിന്റെ അടുത്ത് ഈ അവസാനം അവിടെ വെച്ച് കർത്താവ് ഒരു അനുഭവം തരും. ആ അനുഭവം തന്ന് കഴിഞ്ഞൊരു മാനസാന്തരം, എന്തായാലും ഒരു ധ്യാനം കൂടാം എന്നൊക്കെ ആവാം എന്ന് വിചാരിച്ച് ധ്യാനത്തിന് വന്ന് അവിടെ വെച്ച് പരിശുദ്ധാത്മാവ് ഒരു കൃപ തരും. എന്ത്? കർത്താവിന് ശുശ്രൂഷ ചെയ്യണം മോനെ, നീ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു പണി തരും. ആ പണി കർത്താവിന്റെ കൃപയായിരിക്കും. ആ കൃപ ഉപയോഗിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഡെലിവറി നിർത്തിണ്ടാവില്ല. അടുത്തത് വീണ്ടും 1 കൊല്ലം കഴിയുമ്പോൾ ഒരു കൊച്ചുമുടി ഉണ്ടാവും. അത് ആൺകുട്ടിയാവും. മനസ്സിലായോ? അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ ദൈവസന്നിധിയിൽ താഴ്മയോട് നിൽക്കും, തക്ക സമയത്ത് അവിടുന്ന് പ്രവർത്തിക്കും. കാരണം ഈ 6 പിള്ളേരുണ്ടാവണം, 1/2 ഡസൻ പിള്ളേരുണ്ടാവണ വരെ ദൈവസന്നിധിയിൽ നമ്മൾ താഴ്ന്നിട്ടില്ല. നിന്നെ ഉണ്ടാക്കിയത് കൊണ്ടാണ് എനിക്ക് 4ഉം 1/2 ഡസൻ പെൺപിള്ളേരുണ്ടായത് എന്നുള്ള ചിന്താഗതിയിൽ ജീവിച്ചവനാ ഞാൻ. മനസ്സിലായ? അപ്പൊ അതുവരെ അവളെ വിധിക്കുന്നവനായിരുന്നു നീയെ. എന്തെന്ന് പറഞ്ഞ്, അതായത് ഞാൻ വിധിക്കുന്നെങ്കിൽ എന്റെ ശരീരത്തെ വിധിക്കുന്നത്, ഇനിമേ നിങ്ങൾ 2 അല്ല 1 ആണെന്ന് പറയുമ്പോ അല്ല, ഞാൻ എന്നെ തന്നെ വിധിക്കാണ്. എന്നിൽ ഞാൻ കുറ്റം എന്ന് പറഞ്ഞാൽ അപരനെ വിധിച്ചു കഴിയുമ്പോൾ നീ നിന്നെ തന്നെ അതേ വിധി നിനക്ക് തന്നെ സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നത്. മനസ്സിലായ? അപ്പൊ അതിൽ നിന്നെല്ലാം മാറി. അപ്പോ എന്ന് പറഞ്ഞാല് ഈ അപരനെ വിധിക്കുക എന്ന് പറഞ്ഞാൽ വിധിക്കരുത്, നീയും വിധിക്കപ്പെടുകയില്ല. അപ്പൊ അപരനെ വിധിക്കുമ്പോൾ നമ്മളെ തന്നെ വിധിച്ചു കഴിഞ്ഞു. ഞാൻ ഇന്നതാണെന്ന് അപ്പൊ തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ തെളിയിച്ചു കഴിയുമ്പോ നമുക്ക് അവിടെ ദൈവസന്നിധിയിൽ താഴ്മയല്ല ഉണ്ടാകുന്നതാണോ? താഴ്മയാണോ ഉണ്ടാകണേ? നിന്നെ കൊള്ളില്ലാണ്ടാണ് നിനക്ക് പെൺപിള്ളേരുണ്ടായിരുന്നില്ലേ നമ്മുടെ മനോഭാവം. അവിടെ കുറ്റപ്പെടുത്തലാണ്. അപ്പൊ കുറ്റം ആരോപിക്കാൻ നമ്മള് അവസരം വർദ്ധിക്കുകയാണ്. അതാ മറ്റവന്റെ ആയുധമാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇതൊക്കെ വന്ന് പിന്നെ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോഴാണ് പള്ളിയിൽ പോണതും അങ്ങനെ തീരുമാനം വരുന്നതും ധ്യാനത്തിന് പോണതും ഇങ്ങനെയൊക്കെ സംഭവിച്ച് പിന്നെ ആണ് താഴുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരു പെണ്ണിൽ നിന്നല്ല ഈ ജന്മം ഉണ്ടാകുന്നത്, പുരുഷനിൽ നിന്നാണ്. മനസ്സിലായോ? അപ്പൊ പുരുഷനിൽ നിന്നാണെങ്കിലും ആൾക്ക് പങ്കാളിത്തമുണ്ട്. എന്ന് പറഞ്ഞാൽ ജനുസ് എന്ന് പറയുന്ന സംഭവം, ജനുസ് ഉണ്ടാകുന്നത് പുരുഷനിൽ നിന്ന്. മനസ്സിലായോ? അപ്പോ എന്ന് പറഞ്ഞാല് പുരുഷ ബീജം സ്ത്രീയുടെ അണ്ഡവുമായിട്ട് സംയോജിക്കണം, എന്നാലേ കുട്ടി ഉണ്ടാവുള്ളൂ. അത് പുരുഷ ബീജം കൊണ്ട് മാത്രം കുട്ടി ഉണ്ടാവില്ല. മനസ്സിലായോ? ഇപ്പൊ നമ്മള് മാതൃത്വം വഴി രക്ഷപ്രാപിക്കുന്നത് മാതൃത്വം വഴി മാതൃത്വല്ലേ മക്കളുണ്ടാവുന്ന വെച്ചാൽ മാതൃത്വല്ലേ? അതെ, സ്ത്രീ മാതൃത്വത്തിലൂടെ രക്ഷ പ്രാപിക്കും. അത് ശരിയാണ്. അപ്പൊ ഈ മാതൃത്വം എന്ന് പറയുന്നത് ദൈവികമല്ലേ? ഈ മാതൃത്വം ഉണ്ടാകുന്നത് എങ്ങനെയാ? ദൈവത്തിന്റെ ബ്ലെസ്സിംഗ് ഇല്ലാതെ എന്നെ കൂടെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവം അനുഗ്രഹിച്ചുകൊണ്ടല്ലേ മക്കളുണ്ടാവണത്. അല്ലാണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ 10, 20, 5, 30, 50 കൊല്ലം പണിയെടുത്തിട്ട് പിള്ളേരുണ്ടാവുന്ന ആൾക്കാരിൽ അപ്പൊ മാതൃത്വം നൽകുന്നത് ദൈവമാണ്. ഇനി പറഞ്ഞു ഞാൻ, അതായത് എന്താ പറഞ്ഞ, ഇവർ എനിക്ക് എവിടെ നിന്ന് ജനിച്ചു അല്ലേ? നമ്മൾ 49 വായിക്കുന്നില്ലേ? ഇവരാര് വളർത്തി? അപ്പൊ തനിക്ക് പ്രസവിക്കാത്ത മക്കളുണ്ടായത് എങ്ങനെയാ? അവരെ വഹിച്ചുകൊണ്ട് തോളിലേറ്റി വരും. ഏതെന്താ ബാറൂഖിന്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ പറയണം. പിന്നെയും പറയുന്നുണ്ട്, സഫാനിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. സഫാനിയ 3:14, 17, 20 പറയുന്നുണ്ട്. അപ്പോ ഈ സംഭവങ്ങൾ, അതായത് നമ്മൾ പ്രസവിക്കാത്ത മക്കൾ നമുക്ക് തരികയാണ് എന്ന് പറഞ്ഞാല് ഭർത്തൃമതിയേക്കാൾ മക്കളധികം പരിത്യക്തയ്ക്കാണെന്ന് പറയുന്നു വചനം. ഭർത്താവ് ഉള്ളവൾക്ക് ഉണ്ടായതിനേക്കാൾ അധികം മക്കൾ ഭർത്താവില്ലാത്തവൾക്ക് കൊടുത്തു കർത്താവ്. മനസ്സിലായ? അപ്പൊ ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാതാവിന്റെ ദൈവമാതാവിന്റെ മക്കളാണ് ലോകത്തുള്ള ഇസ്രായേലിന്റെ മക്കളൊക്കെ. എന്ന് പറയുമ്പോ എല്ലാവരും മാതാവ് പ്രസവിച്ചാണ്, ഈശ്വരൻ മാത്രമല്ലേ പ്രസവിച്ചിട്ടുള്ളൂ.
അല്ലേ? ഈ തൊഴിൽപ്പെടാത്ത ആടുകളും എനിക്കുണ്ട്, ഞാൻ അവയെയും ശേഖരിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലേ? കർത്താവിന്റെ അമ്മ പ്രസവിക്കാത്ത മക്കളല്ലേ ഇതൊക്കെ? അല്ലേ? കർത്താവിന്റെ അമ്മ പ്രസവിക്കാത്ത, മാതാവ് കന്യാമറിയം പ്രസവിക്കാത്ത മക്കളല്ലേ ഇതൊക്കെ? അതൊക്കെ എങ്ങനെ എനിക്ക് സഹോദരങ്ങളായി? എനിക്കെങ്ങനെ സഹോദരങ്ങളായി? ആത്മാവിനാലും ജലത്താലും ഈ അതായത് ഈ ശാഖകളിലൊന്ന്, അതായത് നീ എന്തിനു നീ എന്നെ പീഡിപ്പിക്കുന്നു? അല്ലേ? എന്തിനു നീ എന്നെ പീഡിപ്പിക്കുന്നു? കർത്താവ് യേശു ക്രിസ്തുവിനെ പീഡിപ്പിച്ചിട്ടില്ല, ഒരിക്കലും സാവൂൾ പീഡിപ്പിച്ചിട്ടില്ല. എന്തിനു നീ എന്നെ പീഡിപ്പിക്കുന്നു? ഇല്ലേ? അപ്പൊ അത് അങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോ നീ എന്നെ പീഡിപ്പിച്ചു എന്ന് ഈശോ പറയുമ്പോ, ഇല്ലേ? അതായത് ശാഖയോട്, അതായത് തായ്തടിയോട് ചേർന്ന് നിൽക്കാതെ ശാഖയ്ക്ക് തനിയെ ഫലപ്രവഹിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇത് തായ്തടി ആകുമ്പോ അതിന്റെ ശാഖകള് അത് മക്കളാണ്, സഹോദരങ്ങൾ. അതായത് ഞാൻ ഇനിമേ നിങ്ങളെ ദാസരെന്ന് വിളിക്കില്ല, സ്നേഹിതരെന്ന് വിളിക്കും. ഇല്ലേ? മനസ്സിലായ? നിങ്ങളിൽ, അതായത് മറ്റുള്ളവർക്ക് ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മക്കളല്ല, ജാരസന്തതികളാണ്. അപ്പൊ ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മനസ്സിലായി? അപ്പൊ ശിക്ഷണം നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾ മക്കളല്ല, ജാരസന്തതികളാന്ന് പറഞ്ഞാൽ. അപ്പൊ ശിക്ഷണം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സഹനം ഉണ്ടാകണം. സഹനമുണ്ടെങ്കിൽ മാത്രമാണ് ആരാകുന്നത്? മക്കളാകുന്നത്. എന്നാൽ മക്കളെക്കാൾ ഉപരിയായിട്ട് പറയുന്ന ഒരു സംഭവമുണ്ട്, അല്ലെ? താൻ സ്നേഹിക്കുന്നവരെ അവിടുന്ന് പ്രഹരിക്കുന്ന പറഞ്ഞേക്കണേ. അപ്പൊ മക്കളാണെങ്കിലും അതിന് ഉപരിയായിട്ടുള്ള സംഭവമാണ് ദൈവം നമ്മെ സ്നേഹിക്കുക എന്നുള്ള പദ്ധതി. അപ്പൊ ദൈവം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ വലിയത് എന്ന് പറഞ്ഞാൽ നമുക്ക് അസഹനീയമായിട്ടുള്ള കാര്യങ്ങൾ, പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ അത് ദൈവം നമ്മെ സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും വലിയ അടയാളം. മനസ്സിലായോ? നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയിൽ നിന്ന് മുറിവ് ഒഴിയാത്തതുപോലെ നിരന്തരം നമുക്ക്, ഞാൻ എന്റെ ദൈവത്തോട് ചേർന്ന് നിന്നിട്ടും നിരന്തരം എനിക്ക് സഹനമുണ്ടെങ്കിൽ ഞാൻ എന്റെ കർത്താവിനോട് ചേർത്ത് വെച്ച് ഈ സഹനത്തെയൊക്കെ, അല്ലെങ്കിൽ ഈശോയുടെ പീഡാസഹനത്തോട്, കുരിശുമരണത്തോട്, ഉത്ഥാനത്തോടൊക്കെ ചേർത്ത് വെച്ച് ഈ സഹനത്തെ സമർപ്പിക്കുമ്പോൾ ദൈവഹിതപ്രകാരം അതിന് സ്വീകരിച്ച് അതിന് ഹൃദയപൂർവ്വം നന്ദി പറയാൻ പറ്റുമ്പോഴൊക്കെ നമ്മൾ ദൈവത്തിന്റെ സ്നേഹിതരായിട്ട് മാറാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തിന്റെ സ്നേഹിതരായി മാറുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ മക്കളോട് നമ്മൾ എല്ലാ രഹസ്യങ്ങളും പറയില്ല, പക്ഷെ സ്നേഹിതരോട് പറയും. അതുകൊണ്ട് ഈശോ എന്ത് പറഞ്ഞ, എനിക്കറിയാവുന്ന എന്റെ പിതാവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായ? ദാസരോട് ആരും രഹസ്യങ്ങൾ പറയാറില്ല, എന്നാൽ സ്നേഹിതരോട് പറയുന്ന പറഞ്ഞ. അപ്പോ അതുകൊണ്ട് എന്റെ പിതാവിൽ നിന്ന് കേട്ട രഹസ്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു. അതുകൊണ്ട് ഇനിമേൽ നിങ്ങൾ ദാസരല്ല, എന്റെ സ്നേഹിതരാണ്. അപ്പൊ സ്നേഹിതരാണെന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹിക്കുന്നവരെയാണ് കൂടുതൽ ശാസിക്കുകയും ശിക്ഷിക്കുകയും പ്രഹരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഇനി ക്രിസ്ത്യാനി നീ എന്നും പള്ളി പോയിട്ട് എന്താ നിൽക്കതല്ലേ, പീഡാസഹനെ കുറിച്ച് പറഞ്ഞല്ലേ ചോദിക്കുക ആൾക്കാർ കളിയാക്കാനായിട്ട്. അപ്പൊ അതാണ് വചനം പറയുന്നത്, അവര് കണ്ണുണ്ടായിട്ടും കാണുന്നില്ല, കാതുണ്ടായിട്ടും കേൾക്കുന്നില്ല, ഹൃദയമുണ്ടായിട്ടും അറിയുന്നില്ല. ഇത് എത്ര കാലത്തേക്ക്, എത്ര നാളത്തേക്ക്? അതായത് എന്താ പറയാ, ഭവനങ്ങൾ ശൂന്യമാവുകയും രാജ്യം അതായത് ലോകം ശൂന്യമാവുകയും ഭവനങ്ങൾ ആൾപ്പാർപ്പില്ലാതെയാകുന്ന കാലം വരെ ഇത് തുടരുന്ന പറഞ്ഞാണ്. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് തീരുന്നല്ല പറഞ്ഞേക്കണേ. രണ്ടാളും പോയി അവിടുന്ന്. അല്ല, രണ്ടാളും ചായ കുടിക്കാൻ പോയി അറിയാൻ ചോദിച്ചു എന്റെ ഫോൺ അവിടെ വെച്ചിട്ട്. രണ്ടാളും ശ്വാസം പോലും കേൾക്കണല്ലോ ഇവിടെ. അതാ തീവ്രമായിട്ടുള്ള ശ്രദ്ധയിലാണ്. പുതിയ കാര്യം കേൾക്കുമ്പോഴേ ഇത് മുൻപുണ്ടായിരുന്നല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അത് മുമ്പുള്ള കാര്യങ്ങൾ തന്നെയാ. മുൻപ് ഇത് അല്ല, നമ്മൾ മുമ്പ് നമുക്ക് കേൾക്കാൻ അവസരം കിട്ടിയില്ല, അല്ലെങ്കിൽ ആരും പറഞ്ഞു തന്നിട്ടില്ല. അതാണ് കാര്യം. മുമ്പില്ലാത്ത കാര്യമല്ല, ഇത് പഴയ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മള് ഇത് എന്താ പറയാ, പുതിയ പാത്രത്തിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുകയാണ്. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടത്തിലാണ് ഒഴിച്ചു വെക്കുക. പഴയത് പുതിയത് പഴയ തോൽക്കുടത്തിൽ ഒഴിച്ചു വെച്ചാൽ തോൽക്കുടം പൊട്ടുകയും വീഞ്ഞ് നഷ്ടമാവുകയും ചെയ്യുന്ന പറയണം. അതാണ് പുതിയ ഹൃദയം കൊടുക്കണം അല്ലേ? നിങ്ങൾക്ക് ഞാൻ പുതിയൊരു മാംസള ഹൃദയം നൽകും. മറ്റേ കരിങ്കല്ലാണ് അല്ലേ? അത് ഹൃദയ കാഠിന്യം വന്നിട്ടുണ്ട്. അപ്പം അത് എന്ന് പറഞ്ഞാല് ഇത് പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. ഈ പുതിയ സൃഷ്ടിയാവുമ്പോൾ ഇതൊക്കെ ചേഞ്ച് ആവും ഓട്ടോമാറ്റിക് ആയിട്ട്.
മനസ്സിലായ? അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മള് എപ്പോഴും ഇപ്പൊ ധ്യാനം കൂടി മാനസാന്തരപ്പെടുക അതല്ലേ പറയാം. നമ്മള് മാനസാന്തരം നമ്മള് അതൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ഇതിനെ റിന്യൂവൽ ചെയ്യും കർത്താവ്. നമ്മളെ മാംസങ്ങൾ ഹൃദയ കഴിഞ്ഞ പിന്നെ ഹാർട്ട് അറ്റാക്ക് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ആമേൻ. അങ്ങനെയുണ്ട് കാര്യം. നമുക്ക് പിന്നെ ചെറുതൊന്നും താങ്ങാൻ പറ്റില്ല, പെട്ടെന്ന് കണ്ണീര് വരും അല്ലേ? അല്ല അത് എന്ന് പറഞ്ഞാല് കണ്ണീര് വരാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കൃപയുള്ളത് കൊണ്ടാണ്. അത് അനുതാപത്തിന്റെ കൃപയുള്ളതാണ് നമുക്ക് കണ്ണീര് വരുന്നത്. ആമേൻ ആമേൻ. അല്ല എങ്ങനെ ചെറിയത് നമുക്ക് താങ്ങാൻ പറ്റില്ല. അല്ല അതേ ഈ ചെറിയത് താങ്ങാൻ പറ്റില്ല. ഈശോ ഈ ലോകത്തിന് വേണ്ടിയിട്ട് കുരിശുമരണം പീഡാസഹനം ആരും ചോദിക്കാത്ത സാധനം 6666 പ്രകാരമേറ്റം എന്നൊക്കെ പറയുന്നു. 3 ആണികൾ തറയ്ക്കപ്പെട്ടു ഇല്ലേ, ചമ്മട്ടി കൊണ്ട് അടിക്കോട്ട് തുപ്പിക്കോട്ട് പരിഹാസങ്ങൾ മുൾമുടി ധരിപ്പിച്ചു ഇല്ലേ, മുൾമുടി കണ്ണിന്റെ പിള വരെ ഇങ്ങനെ കുത്തി തുറക്കപ്പെട്ടു 2, 3, 4 മുള്ളുകൾ ആഴ്ന്നിറങ്ങി എന്നൊക്കെ പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പുതിയ സഹിക്കാൻ പറ്റില്ല, നമുക്ക് കേൾക്കാൻ പറ്റില്ല, നോക്കാൻ പറ്റില്ല എങ്കിൽ ക്രിസ്തുവിന്റെ പീഡകളോട് പങ്കുകാരാകണത് എങ്ങനെയാ? ശരിയാ. അപ്പോ നമുക്ക് അനുദപിക്കാൻ കൃപ തന്നിട്ടുണ്ടെങ്കിൽ അനുദപിക്കണം. ഞാൻ കർത്താവ് എനിക്ക് വേണ്ടി മാത്രമല്ല ഈശോയെ അങ്ങ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞാൻ അങ്ങയുടെ സന്നിധിയിൽ അനുദപിക്കുന്നു, വിലപിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു. മനസ്സിലായ? അവരുടെ മാനസാന്തരത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി കർത്താവ് അങ്ങയുടെ സന്നിധിയിൽ അവരുടെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോട്, ഞങ്ങളോട്, എന്റെ കൂട്ടായ്മയോട്, വിഷ്ണുഭവനോട് ഐക്യപ്പെടുന്ന എല്ലാവരോടും ഞങ്ങളോട് ക്ഷമിക്കണേ, പൊറുക്കണേ, മാപ്പ് നൽകി അനുഗ്രഹിക്കണേ. അങ്ങ് വിഷ്ണുഭയിലൂടെ രക്ഷിക്കുവാൻ അല്ലെങ്കിൽ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ, വിസ്തൃതമാക്കി അനുഗ്രഹിക്കപ്പെടുവാനായിട്ടൊക്കെ അങ്ങ് തെരഞ്ഞെടുത്ത മുഴുവൻ ആത്മാക്കൾക്ക് വേണ്ടി ഈശോയെ അങ്ങയുടെ സന്നിധിയിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും വിശുദ്ധീകരണത്തിനും വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് അതിരുകൾ വിസ്തൃതമാക്കപ്പെടുവാൻ വേണ്ടി കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി അനുദപിക്കുന്നു. അവർക്ക് വേണ്ടി ഞാൻ കണ്ണീരൊഴുക്കുന്നു, അങ്ങയുടെ സന്നിധി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നു. കർത്താവേ കരുണ തോന്നണമേ, ദയ തോന്നണമേ, അനുകമ്പ തോന്നണമേ എന്നൊക്കെ ഇതൊക്കെ നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചൂടെ? അങ്ങനെയാവാം. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ പറയാന്ന് ചില പറയുന്നത് വേറെ എന്തൊക്കെയോ വിഷയങ്ങളൊക്കെ പറഞ്ഞു പോയി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ കിടക്കുക. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ജോസേട്ടൻ പറഞ്ഞ കാര്യം അപ്പൊ തുടക്കത്തിൽ തന്നെ വന്ന കാര്യമാണ്. ഞാൻ വെച്ച് ഇനി എന്താ പറയാനുള്ളത് നോക്കാം. അപ്പൊ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്, നമ്മളത് മറന്നു കളയണം. ഇനി അവർ തരുമ്പോ മതി എന്ന് പറഞ്ഞ് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാല് നമുക്കത് ഓർമ്മയിൽ ഇടയ്ക്കിടയ്ക്ക് അവൻ ഇങ്ങനെ കൊണ്ടു തന്നിട്ട് നമ്മളെ കയ്പുനീര് കുടിപ്പിക്കും. മറക്കുക. മറക്കുന്നുണ്ട്, മറക്കാൻ ശ്രമിക്കാണ്. അല്ലെങ്കിൽ അവന് നല്ല മനസ്സ് നോക്കി കരിയർ മേടിക്കുന്നതാന്ന് ചോദിച്ചത്. നമ്മള് കർത്താവിന്റെ മുമ്പിൽ കരയാ, എന്റെ ആവശ്യങ്ങൾ കൊടുക്കാം. അവന്റെ കാര്യമൊന്നും പറയണ്ട. മനസ്സിലായിട്ടാ? എനിക്കുള്ളത് അത് ദൈവം തരാത്തതായിട്ടൊന്നും നമ്മുടെ കയ്യിൽ വേണ്ട. കർത്താവെ അങ്ങ് എനിക്ക് തരാത്തതായിട്ടൊന്നും എനിക്ക് വേണ്ട. അങ്ങ് തന്നതെല്ലാം അവിടുന്ന് സംരക്ഷിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ സംരക്ഷിക്കണമേ. അങ്ങേക്കുള്ളതായി മാറ്റണമേ എന്നൊക്കെ പറഞ്ഞ് മാറ്റണം. നമ്മള് പറയാം അവൻ അങ്ങനെ ചെയ്യണം, അവനെ മാനസാന്തരപ്പെടുത്തണം, അവനെ ആളോടി മാറ്റണം, പെണ്ണോടി മാറ്റണം എന്ന് നമ്മൾ പറയണ്ട. മനസ്സിലായിണ്ട? അവിടുന്ന് അവനെന്നല്ല എനിക്ക് തന്നവയെല്ലാം എല്ലാം ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും വിശദീകരിച്ച് അനുഗ്രഹിക്കണമേ, അതികൾ വിസ്തൃതമാക്കണമേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സിലായിണ്ട? എനിക്കുള്ളവയെല്ലാം ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തരാത്തതൊന്നും എന്റെ കയ്യിൽ വേണ്ട, അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതൊന്നും എന്നോട് കൂടെ വേണ്ട. എനിക്കുള്ളതെല്ലാം കർത്താവ് അങ്ങേക്കുള്ളതാണ്, എനിക്കുള്ളതെല്ലാം അങ്ങേക്കുള്ളതാണ്, എന്റേതെല്ലാം അങ്ങയുടേതാണ്. കർത്താവ് ആദ്യം പറഞ്ഞ കേട്ട് കർത്താവ് ഞാൻ അങ്ങയുടേതാണ്. മനസ്സിലായോ? കർത്താവ് ഞാൻ അങ്ങയുടേതാണ്. ഞാൻ അങ്ങയുടെ ആയി കഴിഞ്ഞപ്പോ എന്റെ എല്ലാം അങ്ങയുടെയാണ്. അല്ല ആണോ? അതാണ് വരേണ്ട ആദ്യം. കർത്താവ് ഞാൻ അങ്ങയുടേതാണ്, അപ്പൊ എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്. അപ്പോ എനിക്കുള്ളതെല്ലാം ഞാൻ അങ്ങയുടേതാണെങ്കിൽ എനിക്കുള്ളതെല്ലാം സംരക്ഷിക്കേണ്ട ആരെ പണിയാ? കർത്താവിന്റെ പണിയാണ്. മനസ്സിലായ? അതാണ് കർത്താവിന്റെ വചനം അനുസരിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദാവീദ് പറയുന്നതാണ് കർത്താവ് ഞാൻ അങ്ങയുടേതാണ് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്. അങ്ങിൽ നിന്നല്ലാതെ അല്ലാത്തതൊന്നും എനിക്ക് വേണ്ട. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഇഷ്ടവും താല്പര്യമൊക്കെ അങ്ങനെ ആയിരിക്കണം. അങ്ങ് തരാത്തതൊന്നും അങ്ങേക്ക് ഇഷ്ടമില്ലാത്തൊന്നും എന്നിലേക്ക് കടന്നു വരണ്ട ഈശോയെ. മനസ്സിലായ? അപ്പൊ അതിന് എന്റെ ഭാഗത്തുള്ള കുറവുകൾ, എന്റെ ബലഹീനതകളിൽ അങ്ങയുടെ ശക്തി പ്രകടമാകട്ടെ പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്നെ തന്നെ എന്റെ ജീവിതത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ ആത്മീയ ബൗദ്ധികമായിട്ടുള്ള ജീവിത മേഖലകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട എന്റെ ഭവനത്തെ, കുടുംബത്തെ, ജീവിതത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ ശത്രുക്കളെ, മിത്രങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ കൂട്ടായ്മ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇഷ്ടംപോലെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ ഇടവകയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അങ്ങ് ഏറ്റെടുക്കണേ. അങ്ങേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധ കുരിശിനാൽ മുദ്രയിൽ തിരുരക്തത്തിൽ അഭിഷേകം ചെയ്യണമേ. ഇതൊക്കെ നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞൊക്കെ വലിയ പിടിയിലുണ്ടാ ഓടിച്ചിട്ട് പറഞ്ഞിട്ട് മറക്കുക. അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ഈശോ തരാത്തൊന്നും നമുക്കുള്ളതല്ല ഈശോടാണ്.
ആ. ദൈവം തരാത്തതുകൊണ്ട് എനിക്ക് വേണ്ട, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും വേണ്ട. ആ അപ്പൊ അവർക്ക് അവരെ ആ അപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മള് ഈശോയില് നമ്മളൊരു രൂപാന്തരപ്പെടൽ നടക്കുമ്പോഴില്ലേ അപ്പൊ അങ്ങനെ ഈശോനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങി കഴിഞ്ഞാല് കർത്താവ് തരുന്ന കൃപ തന്നെ ചിലപ്പോ നമുക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ കർത്താവ് മാറ്റും. മനസ്സിലായ? ഈശോ അങ്ങക്ക് ഇഷ്ടമുള്ളത് എനിക്ക് തരണമേ, അങ്ങയുടെ സ്വർഗീയ സമ്പത്ത് നിങ്ങൾ ഭൂമിയിൽ സമ്പാദ്യം കരുതി വെക്കരുത്, അങ്ങയുടെ സ്വർഗീയ സമ്പത്ത് കൊണ്ട് എന്നെ ശക്തനാക്കണമേ, ധീരനാക്കണമേ, എന്നെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. എന്റെ ശാരീരികവും മാനസികവും ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളും ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. ഒന്നിനെ കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠ ആകുലരാകണ്ട, നാളെ കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠ ആകുലരാകണ്ട, നാളത്തെ ദിനം തന്നെ അതിനെ കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും എന്നൊക്കെയല്ലേ വചനം പറയണം. നമ്മൾ വചനം അനുസരിച്ച് അങ്ങോട്ട് പറയാ ഈശോയ്ക്ക് കൊടുക്കുക, അങ്ങനെ മാറുക. അത് തന്നെ കാര്യങ്ങള്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ ഞാൻ ഇന്നാള് പറഞ്ഞു, പ്രശ്നം ഉണ്ടായി ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? അപ്പൊ നമ്മള് അങ്ങനെയാണ് പോണത്. എനിക്ക് പറയുന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് ദൈവം അവസരം അല്ലെങ്കിൽ സാഹചര്യം അനുവദിച്ചാലേ അതൊക്കെ പറയുള്ളൂ. മനസ്സിലായില്ല? അപ്പം ഞാൻ പറഞ്ഞു ഇന്നും പറയാത്ത കാര്യങ്ങൾ. ഇപ്പൊ ഞാനിപ്പോ നമ്മുടെ സുഹൃത്ത് മരിച്ചുപോയി എന്ന് പറയുന്നത്, ഇപ്പൊ അവന്റെ കാര്യം വരിക, മരിച്ചു എന്ന് പറഞ്ഞില്ലേ, അവനോട് ഞാൻ പലപ്പോഴും പറയണമെന്ന് വിചാരിച്ച കാര്യം പോലും പറയാൻ പറ്റിയിട്ടില്ല. മനസ്സിലായ? ഇപ്പോ ഞാൻ അവനോട് പറയാൻ വിചാരിച്ചു, പരിശുദ്ധാത്മാവ് പെർമിഷൻ തന്നു, എന്നിട്ട് പറയാത്ത കാര്യമുണ്ട്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമുക്കറിയില്ല, സമയം നേരവും കാലവും നമുക്കറിയില്ല, അതൊക്കെ കർത്താവിന്റെ കയ്യിലാണ്. ആയുസ്സും ആരോഗ്യവും ഒക്കെ കർത്താവിന്റെ കയ്യിലാണ്. ഇനിയും ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എനിക്ക് പരിശുദ്ധാത്മാവ് എനിക്ക് എന്റെ ആയുസിനെ കുറിച്ചുള്ള, എന്റെ ആയുസ് ഇത്രയാണെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് 13 വർഷം കൂടിയും പരിശുദ്ധാത്മ വർദ്ധിച്ചു എന്ന് പരിശുദ്ധാത്മ മെസ്സേജ് തന്നിട്ടുണ്ട്. 13 വർഷം കൂടി. മനസ്സിലായോ? 13 വർഷം. അപ്പം എന്നാണ് എന്റെ ഓർമ്മ വെച്ചിട്ട് ഞാൻ പറയണം. അപ്പോ അതുപോലെ എന്റെ ആയുസിന്റെ ദിനങ്ങളൊക്കെ കർത്താവിന്റെ കയ്യിലാണ്. എന്റെ ആയുസ്സും ആരോഗ്യവും കർത്താവിന്റെ കയ്യിലാണ്. അല്ലാണ്ട് വേറൊരാൾ വിചാരിച്ചാൽ അത് തകർക്കാനൊന്നും പറ്റില്ല. കർത്താവ് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ വേറൊരാൾക്കും പറ്റില്ലെന്ന്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പിശാചിന് പാത്രമാവാതിരിക്കുക. അവൻ കൊണ്ടുതരുന്ന കയ്പുനീരും നമ്മൾ കുടിക്കാൻ നിൽക്കണ്ട. അപ്പൊ അങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ടുതരും. അങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ടു തന്നിട്ട് നമ്മളെ കർത്താവിന്റെ കൃപ അല്ലെങ്കിൽ നഷ്ടപ്പെടാനും, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്താണ്ടിരിക്കാനും, അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധമായിട്ട് ജീവിക്കാതിരിക്കാനൊക്കെ അവൻ പല പരിപാടികൾ നടത്തുന്നത്. മനസ്സിലായോ? അപ്പോ അതായത് അവനൊരൊറ്റ ലക്ഷ്യമുള്ളൂ, അതായത് നമ്മള് നിത്യജീവന് അർഹരാകരുത്. നമുക്ക് അതായത് ജോസഫ് ചേട്ടൻ ഇപ്പൊ വളരെ പച്ചയായിട്ട് പറയാണ്, ഞാൻ തുറന്നു പറയണ, വെട്ടി തുറന്നു പറയാന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറയണേ. ജോസഫ് ചേട്ടന് നിത്യജീവൻ കിട്ടില്ല എന്ന് പിശാചിന് ഉറപ്പായി കഴിഞ്ഞാല് പിന്നെ പിശാചിന്റെ ഒരു ഉപദ്രവവും ജോസഫ് ചേട്ടൻ ഉണ്ടാവില്ല. മനസ്സിലായോ? ജോസഫ് ഏട്ടന് നിത്യജീവൻ കിട്ടില്ല എന്ന് പിശാചിന് അല്ലെങ്കിൽ സാത്താന് ലൂസിഫറിന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരു ഉപദ്രവവും അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഇപ്പൊ അല്ലല്ല, അവന്റെ ഒരു ഉപകാരം ഉണ്ടാവില്ലാന്ന്, അല്ല ഒരു ഉപദ്രവം ഉണ്ടാവില്ലാന്ന്. മനസ്സിലായ? ജോസഫ് ഏട്ടന് രണ്ടാളും ശ്രദ്ധിച്ചോ? വിനുവിന് മനസ്സിലായില്ല എന്നാണ്. ജോസഫ് ഏട്ടന് അതായത് നിത്യജീവൻ കിട്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിശാചിന്റെ, സാത്താന്റെ, ലൂസിഫറിന്റെ ഒരു തരത്തിലുള്ള ഉപദ്രവവും ജീവിതത്തിൽ ഉണ്ടാവില്ലാന്ന്. അവന്റെ ലക്ഷ്യം നിറവേറി കഴിഞ്ഞാൽ പിന്നെ അവിടെ കാത്തു. ഞാൻ ചോദിക്കാൻ ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹിമാലയത്തിന്റെ മേളിൽ നമ്മൾ പോയിട്ട് അവിടെ മേളിൽ പോയിട്ട് പിന്നെ അടുത്ത പരിപാടി എന്താ? എന്താ അവിടെ ചെറ്റക്കുടിൽ കെട്ടി താമസിക്കോ?
2 മാസം. അവിടെ നിന്ന് ഇറങ്ങും നമ്മള്. അടുത്ത പരിപാടി താഴെ തിരിച്ചു വരിക, തിരിച്ചു ഇറങ്ങലാണ് പണി. മനസ്സിലായ? ഇത് വീട്ടില് വൈഫിനോട് ചോദിച്ചിട്ടുണ്ട് പിന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഓർമ്മ വന്നാണ്. അപ്പൊ അതുപോലെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചറിയില്ല. അപ്പൊ അവന്റെ ലൂസിഫർ അല്ലെങ്കിൽ ചെറുത്താന്റെ സത്യജാജിന്റെ ലക്ഷ്യം നിറവേറി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കുവോ? ഇല്ല. അവന് പിന്നെ അതിനുവേണ്ടി പണിയെടുക്കുന്ന കാര്യമില്ല. അവന്റെ പണിയുടെ ലക്ഷ്യം എന്താണ്? നിങ്ങള് നിത്യ സൗഭാഗ്യത്തിന് അർഹരാകരുത്. മനസ്സിലായോ? പിന്നെ അവനെ ഉപദ്രവിക്കില്ല. അവന്റെ ലക്ഷ്യം നിറവേറി കഴിഞ്ഞാൽ നിങ്ങൾ അതായത് ജോസഫേട്ടൻ ഒരു തരത്തിലും നിത്യ സൗഭാഗ്യത്തിന് അർഹനാവില്ല എന്ന് അവന് തോന്നിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു ഉപദ്രവവും ലൂസിഫറിന്റെ ചെറുത്താന്റെ പിശാചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അപ്പൊ നമ്മള് രവിതിലാത്തിലേക്ക് ആണെങ്കിൽ അവന്റെ ശല്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് തന്നെ കാര്യം. അവന്റെ ശല്യം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? ഈശോ നമ്മളെ അധികം സ്നേഹിക്കും. ഈശോ നമ്മളെ അധികം സ്നേഹിക്കും. മനസ്സിലായി? പിന്നത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതായത് പിശാചിന്റെ അധികാരം നമ്മിൽ നിന്ന് എടുത്തു കളയും, ദൈവം എടുത്തു കളയും. അപ്പൊ അവൻ പിന്നെ വരില്ല. അവൻ അപ്പൊ 2 തരത്തിലാണ് അവൻ വരാണ്ട്. ഒന്നാം പിശാചിന്റെ അധികാരം എടുത്തു കളയും ചെയ്യും, അന്നേരം വരത്തില്ല. പിന്നെ ഒന്ന് നമ്മൾ നിത്യജീവൻ കിട്ടില്ല എന്ന് അവൻ ഉറപ്പായി കഴിഞ്ഞാൽ ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ അവന്റെ ശല്യം ഉണ്ടാവില്ല, വരത്തില്ല. നരകത്തിന് നമ്പർ 1 പൊസിഷൻ മനസ്സിലായോ? അതായത് ജോസഫേട്ടന്റെ ആത്മാവ് ഒരു തരത്തിലും രക്ഷപ്പെടില്ല എന്ന് അവന് ബോധ്യം കിട്ടിയാൽ മതി, ഉറപ്പ് കിട്ടിയാൽ മതി. അവന്റെ ശല്യം ഉണ്ടാവില്ല. അതെ, നമ്മൾ കിണർ കുത്തിയാൽ എന്താ നമ്മുടെ ലക്ഷ്യം? കിണർ കുത്തിയാലേ വെള്ളം കിട്ടുക എന്ന് പറഞ്ഞ പോലെ പിശാചിന്റെ ലക്ഷ്യമുണ്ട് നിങ്ങളെ ആത്മാവിനെ നശിപ്പിക്കുക. ഉറപ്പ് കിട്ടിയ പിന്നെ ഈ കിണർ കുത്തി വെള്ളം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ വേറെ വീണ്ടും കിണറിനത്ര വീണ്ടും താത്തും നമ്മള്. ഇപ്പൊ കിണർക്ക് 10 കോലോ അല്ലെങ്കിൽ 14 കോലോ കിട്ടി കഴിഞ്ഞു, വെള്ളം കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു 10 കോലോ അല്ലെങ്കിൽ 14 കോലോ താത്തും ആരെങ്കിലും? ഇല്ല. അത് പൊട്ടറല്ലേ? വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഉണ്ടല്ലോ പിന്നെ. അപ്പൊ അതാ പറഞ്ഞത്, വെള്ളം കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 കോലോ 14 കോലോ താത്തോ വീണ്ടും? ഇല്ല. അതാ പറയണത്. പിശാചിന്റെ ലക്ഷ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ പണിയെടുക്കാൻ നിൽക്കുവോ? ആ പിശാച് അത്രയും പൊട്ടനാന്ന് വിചാരിച്ചേ? ചിരിക്കാണല്ലേ? അവരൊക്കെ നമ്മളെക്കാളും നല്ല ബുദ്ധിയൊക്കെ ഉണ്ട് അവർക്ക്. ഞാൻ അതിനുള്ള വചനം പറഞ്ഞുതരാം. ഈ യുഗത്തിൽ പ്രകാശത്തിന്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ് അന്ധകാരത്തിന്റെ മക്കൾ. മനസ്സിലായോ? അപ്പോ അതിനെയാണ്, അതായത് ബുദ്ധിശാലികളാണ് അന്ധകാരത്തിന്റെ മക്കൾ. അതിനെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, അവരുടെ ബുദ്ധിയെ ദൈവം ഭോഷത്വമാക്കും എന്ന് പറഞ്ഞു. മനസ്സിലായോ? അത് കുറെ ട്വിസ്റ്റുകളുണ്ട് കുറെ സ്ഥലങ്ങളില്. ബുദ്ധിശാലികളെ ഞാൻ അവന്റെ തന്നെ തന്ത്രങ്ങൾ കൊടുക്കുമെന്ന് അങ്ങനെ ഒരു വചനം കൂടെ ഉണ്ടല്ലേ? 1 കൊരിന്ത്യർ 3 പിശാചികളെയാ? അല്ല, അപ്പല്ലേ ഈ യഥാർത്ഥ ജ്ഞാനത്തെ പറ്റി ഇങ്ങനെ പറയുന്നു 1 കൊരിന്ത്യർ 3 അതായത് ഈ ലോകത്തിൽ യഥാർത്ഥ ജ്ഞാനിയെന്ന് വിചാരിക്കുന്നത് തന്നെ പോഷണാക്കട്ടെ. എന്നിട്ട് പറയുന്നുണ്ട് ബുദ്ധിശാലികളെ അവന്റെ തന്നെ അത് തന്നെ കൊടുക്കുമെന്ന്. ആ കാര്യം തന്നെയാ പറഞ്ഞത്. അത് തന്നെയാണ് പറയണത്. അപ്പൊ ഞങ്ങൾ ആ കൂട്ടായ്മയിൽ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചതേ, കർത്താവേ 2 പോഷന്മാര് 2 പൊട്ട കളിമൺപാത്രങ്ങളാണ്. പക്ഷെ വലിയ അത്ഭുതമാണെന്ന് അവിടെ. വലിയതെന്ന് പറഞ്ഞാൽ ആളെ എഴുന്നേറ്റിരിക്കണേ ഞങ്ങൾ നോക്കുമ്പോ. ദൈവത്തിന് കർത്താവ് ഈ പോഷന്മാരുടെ പ്രാർത്ഥന ചോദിച്ചാൽ നന്ദി പറയുന്നു. ഈ വചനം കർത്താവ് കഴിഞ്ഞ കൂട്ടായ്മ നമുക്ക് കർത്താവേ അങ്ങയുടെ കൃപയിൽ നിലകൊന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥന ശരി, നമ്മള് വളരും തോറും പഠിക്കും തോറും വളരണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മൾ കൃപയിലേക്ക് വന്ന ദൈവം വിശുദ്ധീകരിച്ചാൽ നമ്മള് നിരന്തരം മലിനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. കർത്താവേ അങ്ങയുടെ കൃപയിൽ നിന്നുണ്ട്, അങ്ങയിൽ നിന്ന് സ്വീകരിച്ച കൂദാശ കൃപാവരങ്ങളുടെ അധികാരം ഉപയോഗിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനസ്സിലായ? അപ്പൊ ക്രെഡിറ്റ് ദൈവത്തിനാണ്. മനസ്സിലായ? ദൈവം സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മ കൃപാവരങ്ങൾ നിറഞ്ഞിട്ട് നമ്മൾ പറയണത് പൊട്ട കളിമൺപാത്രമാണ്, ബോധമില്ല ബുദ്ധിയില്ലേ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. അതിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പൗലോ പത്രോസ്ലിയോട് പറഞ്ഞിട്ടില്ലേ, അതായത് ദൈവം വിശുദ്ധീകരിച്ചതിന് മലിനം എന്ന് പറയരുത്. ദൈവം ഒരുത്തനും വിശുദ്ധീകരിക്കാൻ കൃപയൊന്നും കൊടുക്കുന്നില്ല.
നിങ്ങൾ ഇന്നിപ്പോ അതായത് ഞാൻ ഒരു വചനമുണ്ട് അതായത് നിങ്ങൾ കേട്ട വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ദൈവം ശുദ്ധിയുള്ളവരാക്കി മാറ്റി കഴിഞ്ഞിട്ടും വീണ്ടും നമ്മള് ഭോഷരാണ്, പൊട്ടന്മാരാണ്, വചനാനുസരിച്ചാണ് സംസാരിക്കുന്നത്. അല്ല ആ വചനം യഥാർത്ഥ ജ്ഞാനം അതായത് ഈ പൗലോസപ്പോസ്തലനെ ആ ശക്തന്മാരിൽ ശക്തനായിരുന്നു എന്ന് പറഞ്ഞാല് വിജ്ഞാനികളിൽ വിജ്ഞാനം പറഞ്ഞ എന്റെ ബലഹീനതകളെ കുറിച്ച് ഞാൻ പ്രശംസിക്കുമെന്ന് പൗലോസ് പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. അപ്പോ നമുക്ക് അപ്പോസ്തലനെ ഇങ്ങനെ സഭയിൽ വരുമ്പോൾ പ്രസംഗിക്കുകയാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ പറയുന്നതാണ് എന്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് മറ്റുള്ളവരെ ഉത്ബോധിപ്പിക്കാൻ പറയുന്ന കാര്യമാണ്. നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ആവണം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആവണം, നമ്മുടെ ആറ്റിറ്റ്യൂഡേ അങ്ങനെ ആയിരിക്കണം എന്ന് പറയാൻ വേണ്ടിട്ട് അവർ ഉത്ബോധിപ്പിക്കുന്നല്ലേ. അല്ല അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ ലക്ഷ്യം പറയുന്നുണ്ട്. അതായത് എന്റെ വചനം പ്രസംഗം വിജ്ഞാനം കൊണ്ട് വശീകരിക്കപ്പെടുന്ന ആത്മാവിന്റെ ശക്തിയെ വെളിപ്പെടുത്തലായിരുന്നു. അതിന്റെ അടിസ്ഥാനം പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മാനുഷിക ശക്തിയാകാതെ ദൈവശക്തിയാകാനായിരുന്നു. അത് എന്ന് പറയുന്നത് ദൈവകൃപ. അപ്പൊ എളിമപ്പെടുമ്പോഴാണ് ദൈവകൃപ അതിന്റെ ശക്തിയിലേക്ക് വരിക. ഞങ്ങൾ ലൈവായിട്ട് കണ്ടാണ്. അതുപോലെ അത്ഭുതം നടന്നിരുന്നു ഈ രണ്ടാമത്തെ ഇന്നത്തെ വിശുദ്ധന്റെ അതേ ശൈലി. ഇന്നത്തെ അനുദിന വിശുദ്ധനല്ലേ ജോൺ മരിയ വിയാനി. അതിന്റെ വളരെ പ്രൊഫൈലായിരുന്നു. അത് യഥാർത്ഥത്തിലില്ലേ പുള്ളിക്ക്. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതായത് ഒരു തരത്തിലും പഠിച്ചിട്ട് മുന്നേറാൻ പറ്റാത്ത ആളെന്ന് പറഞ്ഞിരുന്നു. മനസ്സിലായോ? അപ്പൊ എല്ലാവരും ബുദ്ധിയില്ല, പൊട്ടനാണ്, പോകണമെന്ന് പറഞ്ഞിരുന്ന ആള്, പഠിച്ച തല കയറാത്ത ആളാണ്. അതാണ് പറഞ്ഞത്. അതായത് കൃപ. അപ്പൊ ചുരുക്കി പറഞ്ഞാലേ നമ്മളൊരു അങ്ങനെ ഒരു പിന്നെ പോഷന ബെനു പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ പോഷനായപ്പോഴേ പ്രവർത്തിച്ചതാ ഞങ്ങൾ പറഞ്ഞത്. അതെ ഞങ്ങൾ ഈ പോഷന്മാരാണ് ദൈവമേ, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഇല്ലാത്തവരാണ്. നമുക്ക് അതും പറയാം. അതായത് കർത്താവ് വചനം അനുസരിച്ച് ഞങ്ങൾ പറയാം. അങ്ങയുടെ പോഷത്വത്തിൽ നിന്നുകൊണ്ട് ഞങ്ങള് അങ്ങയുടെ അങ്ങനെയൊക്കെ പറയാം. വചനം അനുസരിച്ച് നമുക്ക് പറയാൻ പ്രാപ്തിയൊക്കെ ചെയ്യാം. അതിന് കുഴപ്പമൊന്നുമില്ല. അതന്നെ പറഞ്ഞു. നമ്മള് അതായത് കച്ചവടത്തിൽ ലാഭം നേടാനും കച്ചവടത്തിൽ അതായത് കച്ചവടക്കാരന് കപടത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ കഴിയില്ല എന്നൊക്കെ വചനത്തിൽ പറയുന്നുണ്ട്. രണ്ടും അവിടെ തന്നെ പറയുന്നുണ്ട്. കച്ചവടത്തിൽ ലാഭം നേടാൻ പറയുന്നുണ്ട്, കച്ചവടക്കാരൻ കപടത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു വിശുദ്ധ ഉപകരണമായിട്ട് മാറുക, ദൈവത്തെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധ ഉപകരണമായിട്ട് മാറുക, അവിടെ പോയി നിൽക്കുക, കർത്താവ് ചെയ്യാനുള്ള കർത്താവ് ചെയ്യും. എനിക്ക് ജീവനുള്ള സക്രാരിയായിട്ട് മാറും. എനിക്ക് പോവാനുള്ളൊരു വണ്ടി ഇവിടെ വന്നായിരുന്നു, ഞാൻ ഒന്നും പറഞ്ഞില്ലായിരുന്നു. ഞാനിപ്പോ ബസ്സല്ല, ഓട്ടോറിക്ഷ വേറെ ആരും കൊണ്ടുവിടാൻ വന്ന, അതിൽ പോകണമെങ്കിൽ സുഖമായിരുന്നു. ഞാൻ പോകേണ്ടി വേറെ 2 സ്റ്റോപ്പൊക്കെ കടന്നു പോന്നു. അപ്പൊ പിന്നെ വേറെ ഒന്നുമില്ല. ഞാൻ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് സംസാരിച്ചു. ഇനിയിപ്പം അങ്ങനെ ദൈവ നിശ്ചയപ്രകാരം നമ്മൾ പോവാ. നമുക്ക് ലഭിച്ച ബോധ്യങ്ങളും നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച കൃപയ്ക്ക് അനുസൃതമായിട്ട് നമ്മൾ പോവാ. ഇപ്പൊ വിധവയുടെ വെള്ളിക്കാശിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, മനസ്സിലായ? പിന്നെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മള് അങ്ങനെ പോവാ. പറയാറുന്നല്ല ഈ രോഗമായിട്ട് ബന്ധപ്പെട്ട് അല്ല, നീ എന്തോ ജോലിയിൽ വ്യാപൃതനാകാൻ. നീ നിന്റെ ജോലിയിൽ വ്യാപൃതനാകുക, രോഗം നിന്നെ ബാധിക്കില്ല. നീ നിന്റെ ജോലിയിൽ വ്യാപൃതനാകുക. അപ്പൊ ഈ വെറുതെ ഇരിക്കുമ്പോഴാണ് മറ്റവന്റെ വർഷോപ്പ് നമ്മളിലേക്ക് വരും. അല്ല, അതായത് അതിലെങ്ങനെയാണ്, അതായത് നമ്മള് ബാധിക്കില്ല എന്ന് പറഞ്ഞ രോഗം വരില്ല എന്നല്ല അർത്ഥം. മനസ്സിലായ? അത് ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ വരില്ല എന്നല്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ രോഗം മൂലം നമുക്ക് ഒരു നാശം ഉണ്ടാവില്ല എന്ന്. മനസ്സിലായ? ഇപ്പൊ വിനെന്തോ ആലോചിക്കുന്നുണ്ട് അല്ലേ? അതെങ്ങനെ പ്രധാന മനസ്സിലായി? അതത്ര കണ്ടിട്ട് പ്രധാന മനസ്സിലായെന്ന് പറയും. അല്ല, കണക്ക് കൂട്ടുകയാണല്ലോ, ഇതെങ്ങനെ ടാലിയാവുന്നു. ഞാനിങ്ങനെ പൗലോസപ്പോസിന്റെ ആ ഒരു കാര്യം അതിനെപ്പറ്റി ഞാനിപ്പോ കൂടുതൽ ചിന്ത, അതായത് അത്ര ശക്തനായ ഒരാളെ ഒരു സഭയിപ്പോ ഇങ്ങനെ എളിമപ്പെട്ട് പറയുമ്പോ എന്ത് ദൈവകൃപയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ദുർബലനും ഭയചകിതനുമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ കാല് കഴുകി അവരെ കാല് മുറ്റിപ്പോ
അവർ കരഞ്ഞ് പൊട്ടിക്കരയണത് കണ്ടായിരുന്നില്ലേ? ആ മാനസാന്തരപ്പെടാത്തവൻ മാനസാന്തരപ്പെടും. ചുംബിക്കുമ്പോ മനസ്സിലായി? കാല് കഴുകി മുത്ത. അതായത് ഒരു മാർപ്പാപ്പ ആരെന്ന് അറിയാം. ആ ആ അറിവുള്ളവന്റെയാണ് കാല് മാർപ്പാപ്പ കഴുകി മുത്തണത്. അതേ കാര്യമാണ് ഈശോ ചെയ്തത്. ഈശോ ചെയ്ത കാര്യമാണ് മാർപ്പാപ്പ ചെയ്യണത്. മനസ്സിലായ? എന്ന് പറഞ്ഞാല് ഈ സഭയില് സമുദായത്തിൽ അല്ലെങ്കിൽ ഇടവകയിൽ ഉള്ള ഒരാളുടെ തെരഞ്ഞെടുത്ത ആണെങ്കിലും 12 പേരുടെ കാല് കഴുകിയിട്ടാണ് മുത്തണേ. ആ അപ്പൊ അവര് കരഞ്ഞ് കണ്ണീരൊഴുക്കാണ്. ആ മനസ്സിലായോ? ചിലപ്പോ അതുവരെ ഇല്ലാണ്ടിരുന്നൊരു സംഭവം ചിലപ്പോ കാല് കഴുകി കഴിഞ്ഞ് ഒറ്റ പൊട്ടല ആണ പൊട്ടണ പോലെ പിന്നെ കണ്ണീര് വരിക. മനസ്സിലായോ? ആ അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ഇപ്പൊ എന്ത് പറഞ്ഞ ഇതിന് ആലോചിക്കുന്നു പറഞ്ഞില്ലേ? അപ്പൊ നമ്മള് രോഗം ബാധിക്കില്ലെന്ന് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. ബാധിക്കില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് രോഗം വരില്ല എന്നല്ല അതിന്റെ അർത്ഥം. ആ രോഗം കൊണ്ട് നമുക്ക് നാശം ഉണ്ടാവില്ല. അപ്പൊ ഈ വചനങ്ങളൊക്കെ നമ്മൾ ഓർമ്മയിൽ വയ്ക്കുക, പ്രാർത്ഥിക്കുക, വചനം അനുസ്മരിക്കുക. പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ വചനം അനുസരിച്ച് ഈശോ അങ്ങനെ വചനം അനുസ്മരിച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ ഈ വചനം നമ്മുടെ മനസ്സിൽ വരും. അത് ഈ വചനമൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് എഴുതി പഠിക്കണം. ആ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് വചനം പറഞ്ഞില്ലെങ്കിലും ഓർമ്മ വരും. മനസ്സിലായോ? അപ്പോ നമ്മള് ശക്തമായിട്ട് മുന്നോട്ട് പോവുക, നമ്മൾ ദൈവത്തോട് വിശ്വാസം പുലർത്തുക, പോവുക, ദൈവവുമായി രമ്യതയിൽ കഴിയുക. കാര്യങ്ങളൊക്കെയാണ് അവന്റെ മൂലധനം ഉപയോഗിച്ച് നമ്മൾ കച്ചേരി നടത്താണ്ടിരിക്കുക. അവൻ പല സംഭവം ടാലന്റും ഒക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോ അതുപോലെ നമ്മൾ ദൈവത്തോട് വിധേയപ്പെട്ടിരിക്കുക, ശക്തമായിട്ട് മുന്നോട്ട് പോവുക, പ്രാർത്ഥിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിന്റെ ആവശ്യങ്ങളൊക്കെ ദൈവത്തോട് പറയാം. ഓക്കെ? അപ്പോ ഈശോ വിചാരിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ ആവേ മരിയ ഇമ്മാനുവൽ. ഓക്കെ? പിന്നെ എനിക്കൊരു ഈ ഒന്ന് പ്രാർത്ഥിക്കുമോ? ഒരു വീട് കിട്ടാൻ ആത്മ ഒരു ശല്യമായിട്ട് നിൽക്കുക. ഇനിയിപ്പോ ആത്മ നമ്മളത് എന്തോ പ്രശ്നം മാറി എന്നൊക്കെ പറഞ്ഞല്ലേ? അത് ഒരു ഫാറ്റി ലിവറാണ്. ഫാറ്റി ലിവർ. നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോ ടൈം ലെങ്ത് കഴിഞ്ഞു. ഞാന് കുഞ്ഞു പ്രാർത്ഥന ഈ സമയത്ത് പ്രാർത്ഥിച്ച വചനം ഈശോയെ രോഗം വരുമ്പോൾ ഉദാസീനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. നീ നിന്റെ ജോലി വ്യാപരണമാക്കിയ രോഗം നിന്നെ ബാധിക്കില്ല. കർത്താവ് ഈ മകനെ വരെ ദുഃഖാലത്തിന്റെ ശക്തി പുറപടി മകനെ സുഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ വചനത്തിന്റെ അത്ഭുതകരമായിട്ട് ശക്തിയും വിടുതലും കർത്താവ് ഇപ്പോൾ ഈ മകനെ വ്യാപരിക്കും. കർത്താവ് കൃപച്ചിന് പ്രാർത്ഥിക്കുന്നു. യേശു 49 നിന്റെ നിർമ്മിതാക്കൾ നിന്നെ നശിപ്പിച്ചവരെക്കാൾ കയറ്റമുള്ളവരാണ്. ആകാശം ഭൂമി സൃഷ്ടിയുള്ള സർവ്വചരാചരണ സ്ത്രീയോഗി ജീവൻ ആത്മാവ് നൽകി നിന്നെ പരിപാലിക്കുന്ന സത്യദൈവത്തിന്റെ ആത്മാപരിശുദ്ധാത്മാവ് ഈ മകനിൽ വ്യാപരിച്ച് കർത്താവിന്റെ ഈ തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മകൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും വ്യാപാരങ്ങളും ഇതിന്റെ ആത്മീയ ബോധ്യങ്ങളുടെ ജീവിത മേഖലകളെ ക്രമപ്പെടുത്തുവാൻ തടസ്സങ്ങളില്ലാത്ത രീതിയിൽ കർത്താവെ മകന്റെ ശരീര മനസ്സിനെ ആത്മാവിനെ പുതുജീവൻ കൊണ്ട് നിറച്ച് കർത്താവെ എല്ലാ തരത്തിലുള്ള തിന്മയിൽ നിന്നും ദുഷ്ടന്റെ ദുരുപായങ്ങളിൽ നിന്ന് വിടുവിച്ച് മകനെ അനുഗ്രഹിച്ച് വിശുദ്ധ കുരിശുനാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. സൗഖ്യം വിടുതലും വിജയമഹത്വം കൃപയും ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ പിതാവായ ദൈവത്തിന് നന്ദി യേശുനാമഹത്തിനായി സമർപ്പിച്ച് അനന്തകോടി നന്ദി സ്തുതി സ്വത്രം ആരാധന മഹത്വം എന്ന് അനന്തകോടി പ്രാവശ്യം ഘോഷം പ്രഘോഷം പ്രഖ്യാപിക്കുന്ന ഏറ്റുപറയുന്നു. യേശുനാമത്തിൽ ഈ മകനെ വിശുദ്ധ കുരിശുനാമത്തിൽ തിരുരക്തത്തിൽ അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉന്നത ശക്തി ഉന്നാത്മാവിനെ കൃപ നിറയട്ടെ. ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന് വന്ദനം. കർത്താവ് അങ്ങനെ ചൊരിഞ്ഞ നിരവധി അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോ വലിയ ദൈവിക ജ്ഞാനത്തിനും എല്ലാത്തിനും ഈശോ വലിയ രോഗസൗഖ്യത്തിനും എല്ലാത്തിനും ഈശോയെ ഹൃദയം തുറന്ന് യേശു നാമത്തിൽ ദൈവപിതാവിന് അനന്തപുരത്തെ പഞ്ഞു പറയുന്നു. സ്തുതിയായിരിക്കട്ടെ. നമ്മളെ വിളിച്ചിട്ട് കിട്ടാണ്ട് കുറച്ച് സമയം ഇവിടെ വെറുതെ പോയല്ലോ. ഞാൻ 2:21 വിളിച്ചു. ഞാൻ 2:21 ഫസ്റ്റ് വിളിച്ചിട്ടുണ്ട്. 2:21 അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ കുറെ സമയം നമ്മുടെ പോയി. പിന്നെ അത് കഴിഞ്ഞ് 3 മണിയായപ്പോ വിളിച്ചത്. അതെ, സുസൂറിനോടൊക്കെ കോൾ വന്നു. അപ്പൊ അത് കുഴപ്പമില്ല. ഞാനേ ഇപ്പൊ വിളിക്കുന്നുണ്ട്. ഞാൻ പോണം വീട്ടിലേക്ക് പറഞ്ഞേ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഓക്കെ, എന്താണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, ശക്തമായിട്ടും പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് കർത്താവായ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോവാ. ദൈവം ശക്തി ചൊരിയും. ഓക്കെ? ആമേൻ 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 ഹല്ലേലൂയ ആമേൻ. ഈശോയെ നന്ദി.